أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما محمد إلا رسول قد خلت من قبله الرسل أفإن مات أو قتل انقلبتم على أعقابكم ومن ينقلب على عقبيه فلن يضر الله شيئا وسيجزي الله الشاكرين صدق الله مولانا العظيم. പ്രിയ സഹോദരങ്ങളെ, നാം എപ്പോഴും കേട്ടതും പറയുന്നതും ഒക്കെയാണ് നമ്മുടെ സ്വന്തം ജീവനേക്കാളും പിന്നെ ലോകത്ത് അള്ളാഹുവിന്റെ സൃഷ്ടികളായ മറ്റേത് സൃഷ്ടിയേക്കാളും ഏറെ നമ്മൾ സ്നേഹിക്കേണ്ടത് ഹബീബായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. ഫിദാക അബീ വ ഉമ്മീ യാ റസൂലല്ലാഹ് എന്ന് ഈ ലോകത്ത് നമുക്ക് വിലപ്പെട്ടതിൽ ഏറ്റവും വിലപ്പെട്ടതായ സ്വന്തം മാതാവിനെയും പിതാവിനെയും തന്നെ ഹബീബായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സമർപ്പിക്കാൻ അക്ഷരാർത്ഥത്തിൽ സന്നദ്ധരായിരുന്ന ഒരു സഹാബ വൃന്ദം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ ഉണ്ടായിരുന്നു. അതൊരു വാക്കിലൊതുക്കിയിരുന്നില്ല, ശരിയായ രീതിയിൽ ജീവിതത്തിൽ അവർ പകർത്തിയിരുന്നു. അത് പലപ്പോഴും നമ്മൾ പറഞ്ഞതാണ്, കേട്ടതാണ്. പക്ഷേ നമുക്ക് അങ്ങോട്ടൊന്നും ഉയരാൻ കഴിയുന്നില്ല എന്നതാണ് യഥാർത്ഥം. നമുക്ക് എന്തുകൊണ്ട് ആ സ്നേഹം വരുന്നില്ല യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് യഥാർത്ഥത്തിൽ ആത്മാർത്ഥമായ സ്നേഹം ഉണ്ടോ, അതോ ഉണ്ടെന്ന് നമ്മൾ നടിക്കുന്നതോ? ചോദിച്ചാൽ എല്ലാവരും പറയും നമ്മളേറെ സ്നേഹിക്കുന്നത് ആരെയാണെന്ന്, ഹബീബായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എന്ന് പറയുന്നു. പക്ഷെ ഈ പറയുന്ന വാക്കിന് എത്രത്തോളം ആത്മാർത്ഥതയുണ്ട് എന്നത് നമ്മുടെ സ്വന്തം ജീവിതത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു ചെന്ന് നോക്കിയാൽ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ പിതാവ് അല്ലെങ്കിൽ നമ്മുടെ മാതാവ് മരണപ്പെട്ട് നമ്മൾ ഇങ്ങോട്ട് യാത്ര പറഞ്ഞു പോയി എന്നിരിക്കും. ഈ ഉമ്മയെ യഥാർത്ഥത്തിൽ അവരോടൊന്നിച്ചുള്ള ജീവിതവും ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളും നമ്മുടെ മനസ്സിൽ എപ്പോഴൊക്കെ നമ്മൾ ഓർമ്മ പുതുക്കുന്നു അപ്പോഴൊക്കെ നമ്മുടെ കണ്ണുനീരണിയും, നമ്മുടെ മനസ്സ് ദുഃഖിക്കും, വേദന അനുഭവപ്പെടും. എന്താ? നമ്മൾ അത്രയും സ്നേഹിച്ച നമ്മുടെ ഉമ്മ നമ്മളുമായി വേർപെട്ടു പോയ ആ വേർപാടിന്റെ സ്മരണ എപ്പോഴും നമ്മുടെ മനസ്സിനെ ദുഃഖപൂരിതമാക്കുന്നതിന്റെ കാരണം അവരോട് നമുക്ക് സ്നേഹമുള്ളത് കൊണ്ടാണ്. അതുപോലെ നാം സ്നേഹിക്കുന്ന ആരുമാവട്ടെ, അത് എത്ര കൊല്ലം കഴിഞ്ഞാലും സ്നേഹത്തിന്റെ ഏറ്റക്കുറവനുസരിച്ച് ആ സ്മരണകൾ നമ്മുടെ മനസ്സിൽ വരുമ്പോൾ നമ്മുടെ മനസ്സ് പെട്ടെന്ന് ദുഃഖിക്കുകയും കണ്ണുനീരണിയുകയും ചെയ്യുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ആ ഒരു അനുഭവം നമുക്ക് ഹബീബായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നമ്മൾ ആ മദീനയിലേക്ക് ചെല്ലുമ്പോഴെങ്കിലും നമുക്ക് എപ്പോഴെങ്കിലും അത് അനുഭവപ്പെട്ടിട്ടുണ്ടോ എന്ന് നാം ഓരോരുത്തരും സ്വയം ഒരു പരിശോധന നടത്തുക. ഹബീബായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടന്ന, അവിടുന്ന് നിസ്കരിച്ച, അവിടുന്ന് ഇരുന്ന, അവിടുന്ന് ഉപദേശങ്ങൾ നൽകിയ, അവിടുന്ന് നേതൃത്വം കൊടുത്ത സ്ഥലങ്ങൾ, ചരിത്രത്തിന്റെ സ്മാരകങ്ങൾ നമ്മുടെ കണ്ണിൽ പെടുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആ ഹബീബ് ഓടി വരുന്നുണ്ടോ? ഇന്ന് നമ്മുടെ മുന്നിൽ അവിടെ നിന്ന് ഇല്ലാത്തത് കൊണ്ട് ഒരു നഷ്ടബോധവും ഒരു സങ്കടവും നമ്മുടെ മനസ്സിനെ പിടികൂടുന്നുണ്ടോ? എങ്കിൽ നമുക്ക് സ്നേഹമുണ്ട് എന്നത് സത്യമാണ്. നമ്മുടെ ഖൽബിന്റെ ഉള്ളിൽ സ്നേഹമുണ്ടെങ്കിൽ അത് വരാതിരിക്കാൻ കഴിയില്ല. ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ ഒരു ഏറ്റവും പ്രിയപ്പെട്ട ഒരു കുട്ടി നമുക്ക് മരണപ്പെട്ടു എന്നിരിക്കട്ടെ, കുറച്ച് കഴിയുമ്പോൾ നമുക്ക് സമാധാനം വരും, അതുറപ്പാണ്. പക്ഷെ എങ്കിലും ആ കുട്ടി സാധാരണ കളിച്ചിരുന്ന ഒരു കളിക്കോപ്പ്, ആ കുട്ടി ധരിച്ചിരുന്ന ഒരു വസ്ത്രം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുമ്പോൾ, നമ്മുടെ കാഴ്ച വരുമ്പോൾ പെട്ടെന്ന് ആ കുട്ടിയെ സംബന്ധിച്ചുള്ള സ്മരണ നമ്മുടെ മനസ്സിൽ വരികയും പെട്ടെന്ന് കണ്ണീര് അണിയുകയും മനസ്സ് വേദനിക്കുകയും ചെയ്യും. അതാണ് സ്മാരകങ്ങൾ. ഒരു വസ്തുവിന്റെ, ഒരു വ്യക്തിയുടെ അവശിഷ്ടം, ചരിത്ര ശേഷിപ്പുകൾ
എപ്പോഴും ആ വ്യക്തിയെ ഓർമ്മിപ്പിക്കുന്നതാണ്. എങ്കിൽ വിശുദ്ധ മക്ക ശരീഫിലെ അവിടുന്ന് ജനിച്ച വീട് തൊട്ട് ഇസ്ലാമിന്റെ അതിപ്രധാനമായ എല്ലാ രംഗങ്ങൾക്കും സാക്ഷ്യം വഹിച്ച മഹദിയായിരിക്കുന്ന ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയോട് ഒന്നിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ച ആ വീട്ടിന്റെ പരിസരത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സിനെ അത് എത്ര കണ്ട് സ്വാധീനിക്കുന്നുണ്ട്? വളരെ കുറച്ചേ ഉള്ളൂ എന്ന് പറയാൻ നിവൃത്തിയില്ല. പക്ഷെ ആ വീട് തന്നെ ഇപ്പൊ ആര് കണ്ടു? ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് തന്നെ പറയാൻ പറ്റുന്ന ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 25ാമത്തെ വയസ്സ് മുതൽ അവിടുന്ന് 53ാമത്തെ വയസ്സിൽ ഹിജ്റ പോകുന്നത് വരെ താമസിച്ച് വഹയിന്റെ ആദ്യഘട്ടം പൂർണ്ണമായും സ്വീകരിച്ച ഇസ്ലാമിന്റെ ആദ്യ പാഠങ്ങൾ ലോകത്തിന് പഠിപ്പിച്ച ചരിത്രത്തിന്റെ ഏറ്റവും വർണ്ണിക്കുന്ന ചരിത്ര അവശിഷ്ടമായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ ജീവിച്ചിരുന്ന ആ വീട് അതിന്റെ പരിസരത്ത് കൂടെ നമ്മൾ നടന്നു പോകുന്നുണ്ട്. പക്ഷെ നമുക്കറിയില്ല അതെവിടെയെന്ന്. മസ്ജിദുൽ ഹറാമിന്റെ കിഴക്ക് ഭാഗത്ത് ബാബുസലാമിലൂടെ പുറത്തിറങ്ങിയാൽ ആദ്യം കാണുന്ന വലിയ വിളക്കുകാലിന്റെ തൊട്ട് താഴെ അടിഭാഗത്തായിട്ട് ഭൂമിക്കടിയിൽ ഇന്നും അത് സുരക്ഷിതമായി നിലകൊള്ളുന്നു. മുറ്റത്ത് ജോലി വന്നപ്പോ പണ്ടെപ്പോഴൊക്കെ വെള്ളവും മഴയുടെ ഒലിപ്പ് വെള്ളത്തിൽപ്പെട്ട് മണ്ണും കല്ലും വന്നടഞ്ഞ് മണ്ണിനടിയിൽപ്പെട്ടിരുന്നത് അവിടെ പ്രവർത്തനം നടക്കുന്ന പരിഷ്കരണ പ്രവർത്തനം നടക്കുമ്പോൾ അത് പൂർണ്ണമായും പുറത്തുവരികയും ഒരു തകരാറുമില്ലാതെ സുരക്ഷിതമായി നിലകൊള്ളുകയും ചെയ്യുന്നു. പക്ഷേ ചരിത്ര സ്മാരകം പുറത്തു കാണിക്കുന്നത് അത്ര ഇഷ്ടപ്പെടാത്തതിന്റെ പേരിലോ മറ്റോ അത് ഭൂമിക്കടിയിലായി തന്നെ സുരക്ഷിതമായി സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ആ ഒരു സ്ഥലമെങ്കിലും അടയാളപ്പെടുത്തി മനുഷ്യന്റെ ചരിത്രത്തിന്റെ ഇസ്ലാമിക ചരിത്രബോധത്തിന്റെ ബാലപാഠം നൽകുന്ന ആ സ്മാരകത്തിലേക്ക് എന്തെങ്കിലും ഒരു സൂചനയുണ്ടായിരുന്നെങ്കിൽ ഈമാനുള്ളവർക്കെങ്കിലും അവിടെ എത്തുമ്പോൾ ഒരു ചെറിയ രോമാഞ്ചം അനുഭവപ്പെടുമായിരുന്നു നമ്മുടെ ഈമാനിന്റെ ഭാഗം. പക്ഷേ അതല്ല അവസ്ഥ. എന്നാലും അൽഹംദുലില്ലാഹ് ഇന്ന് വളരെ ഖൈറാണ്. ഹബീബ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചു വളർന്ന അവിടുത്തെ സ്വന്തം വീട്, ആ വീട് ഹാറൂൻ റഷീദിന്റെ പത്നി വിലക്ക് വാങ്ങി അതൊരു പള്ളിയാക്കി നൂറ്റാണ്ടുകളോളം ലോകത്തെ മുസ്ലിം ജനലക്ഷങ്ങൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചു വളർന്ന വീട്ടിന്റെ ബറക്കത്തിന് വേണ്ടി ആ പള്ളിയിൽ കയറി നിസ്കരിക്കുകയും ദുആ ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നു. ചരിത്രത്തിന്റെ ഒരു കറുത്ത അധ്യായം എന്ന് പറയട്ടെ, അത് പൊളിച്ച് നിരത്തിയെന്ന് മാത്രമല്ല അവിടെ സൂക്കുൽറഹമാക്കി മാറ്റി ആട്ടിനെ കെട്ടിക്കൊണ്ട് കൊല്ലങ്ങളോളം അതിനെ അവഹേളിച്ച് അപഹസിച്ച് നിന്ദിച്ചു. പക്ഷേ കുറെ കൂടി ചരിത്രബോധമുള്ള പിൽക്കാലത്ത് വന്ന ചില ഭരണാധികാരികൾ, വിവരമുള്ള ആളുകൾ ഉണർത്തിയതിന്റെ പേരിൽ അത് ശരിയല്ലെന്ന് മനസ്സിലാക്കി അതവിടുന്ന് ആ ആടുസൂക്ക് അവിടെ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യുകയും അവിടെ ശുദ്ധി ചെയ്ത് ലോകാവസാനം വരെ വരുന്ന മുസ്ലിം ഉമ്മത്തിന് ഈ സ്മാരകം ഒരു ചരിത്ര വസ്തുവായി നിലനിൽക്കാൻ വേണ്ടി ഒരു ലൈബ്രറിയാക്കിയെങ്കിലും ഇന്ന് നിലനിർത്തി. അൽഹംദുലില്ലാഹ് മക്തബത്ത് മക്ക എന്ന പേരിൽ ഇന്നും കാണാം. അതിനകത്ത് കയറാൻ പലപ്പോഴും സൗകര്യപ്പെടില്ല, എങ്കിൽ പോലും അങ്ങനെ ഒരു ചരിത്ര സ്മാരകം നമുക്ക് കാണാനുണ്ട്. പക്ഷെ ഇത് കാണുമ്പോൾ നമ്മുടെ മനസ്സിനെ അത് എത്ര കണ്ട് സ്വാധീനിക്കുന്നു. നമ്മുടെ മഹബ്ബത്താണ് യഥാർത്ഥത്തിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായുള്ള വേർപാടിൽ ലോകത്തെ മറ്റ് ഏതൊരു ദുഃഖം തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുന്നു, ഇദാ അസ്വാബ അഹദുക്കും അൽ മുസീബ, ഈ ലോകത്ത് ഏതൊരു മഹാവിപത്ത് ഒരു മുസ്ലിമായ സഹോദരന് ഒരു സഹോദരിക്ക് അനുഭവപ്പെടുമ്പോൾ ഫൽയൽകുർ മുസീബത ബി,
ഞാൻ ഈ ലോകത്തിൽ നിന്ന് മരണപ്പെട്ടു പോയതുകൊണ്ട്, എന്റെ വേർപാടുകൊണ്ട് മുസ്ലിം ഉമ്മത്തിന് വന്ന സഹിക്കാൻ പറ്റാത്ത, താങ്ങാനാവാത്ത, തുല്യതയില്ലാത്ത മഹാവിപത്ത്, അക്കാര്യം ഓർത്തുകൊണ്ട് ബാക്കി എല്ലാ മുസീബത്തിനും അവൻ ക്ഷമിച്ചുകൊള്ളണം എന്ന്. കാരണം എന്തുകൊണ്ട്? ഞാൻ വേർപ്പെടുക എന്ന, പരലോകത്തേക്ക് യാത്ര പോകുക എന്ന് പറയുന്ന ഒരു വിപത്തിനേക്കാളും വലിയ ദുഃഖകരമായ, സങ്കടകരമായ ഒരു വിപത്ത് ലോകത്ത് മുസ്ലിങ്ങൾക്ക് ഇനി വരാനിരിക്കുന്നേയില്ല. അത്രയും ദുഃഖകരമായ, പക്ഷേ നമ്മെ അത് ദുഃഖിപ്പിക്കുന്നില്ല. എന്തുകൊണ്ട്? നമുക്ക് അത്രയേ ഉള്ളൂ ഈമാന്റെ വെളിച്ചം. നമുക്ക് ഈമാൻ ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഈമാനിന്റെ വെളിച്ചം പാപങ്ങളെ കൊണ്ട്, തെറ്റുകുറ്റങ്ങളെ കൊണ്ട് കറബാധിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നാം അത് അലക്കി ശുദ്ധിയാക്കുകയല്ലാതെ മറ്റൊരു വഴിയുമില്ല. നമുക്കറിയാമല്ലോ, ഇമാം ബുഖാരി വിവിധങ്ങളായ പരമ്പരകളിലൂടെ റിവായത്ത് ചെയ്ത നമുക്കൊക്കെ സുപരിചിതമായൊരു സംഭവമാണല്ലോ. മദീന ശരീഫിൽ പള്ളി നിർമ്മിച്ച് ഖുതുബ ഓതാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മിമ്പറില്ലാതിരുന്ന ആദ്യ ഘട്ടത്തിൽ അവിടുന്ന് ഒരു ഉണങ്ങിയ ഈത്തപ്പനയുടെ മുട്ടി അതിങ്ങനെ ചാരി വെച്ച് അതിന്മേൽ ചാരി നിന്നുകൊണ്ടായിരുന്നു ഹബീബ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുതുബ നിർവഹിച്ചിരുന്നത്. നിൽക്കുന്നത് പള്ളിയിൽ നിരത്ത് തന്നെ, പക്ഷെ ഒരു താങ്ങ് എന്നുള്ള നിലക്ക് ബേക്കിൽ ഒന്ന് ചാരി നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ഉണങ്ങിയ ഈത്തപ്പനയുടെ മുട്ടി വെച്ചിരുന്നു. പക്ഷെ പള്ളി ഹിജ്റ 4-ാം വർഷം പള്ളി വിപുലീകരിക്കുകയുണ്ടായി. കാരണം പള്ളി സ്ഥലം തികയാതെയും ആളുകൾ കൂടുകയും ചെയ്തപ്പോൾ സൗകര്യാർത്ഥം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പള്ളി വികസിപ്പിക്കും. ഒന്നാമത്തെ വികസനം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ് നിർവഹിച്ചത്. ഈ വികസനത്തിന്റെ സമയത്താണ് യഥാർത്ഥത്തിൽ ശരിക്ക് പള്ളിക്ക് തറകെട്ടിയതും അതുപോലെ തന്നെ പള്ളിക്ക് അരച്ചുമരെങ്കിലും ചുവര് കെട്ടിയതും തൂണുണ്ടായതും മേൽപ്പര വന്നതുമൊക്കെ. ആ വികസനത്തോടുകൂടി പള്ളി വളരെ വലുതാവുകയും ബേക്കിലിരിക്കുന്ന ആളുകൾക്ക് ഹബീബായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപദേശങ്ങൾ ശരിക്ക് കേൾക്കാതെയും അവിടുന്ന് കാണിച്ചു തരുന്ന രീതികൾ, രൂപങ്ങൾ നേരിട്ട് കണ്ടു മനസ്സിലാക്കാൻ ബേക്കിലിരിക്കുന്നവർക്ക് സൗകര്യപ്പെടുകയും ചെയ്യാതെ വന്നപ്പോൾ സഹാബത്തിൽപ്പെട്ട ചില ആളുകൾ തന്നെ വന്നുകൊണ്ട് തിരുനബി തങ്ങളോട് ആവശ്യപ്പെട്ടതാണ്, ഹബീബായ നബിയെ, സൗകര്യത്തിന് വേണ്ടി ഞങ്ങൾക്ക് ബേക്കിലിരിക്കുന്നവർക്ക് കേൾക്കാനും തങ്ങളുടെ ഉപദേശങ്ങൾ ഞങ്ങൾക്ക് സൗകര്യമായിട്ട് കേൾക്കാനും തങ്ങളെ കാണാനുള്ള സൗകര്യത്തിന് വേണ്ടി ഒരു മിമ്പർ നിർമ്മിച്ചു തന്നെങ്കിലോ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതൊരാവശ്യമാണെന്ന് മനസ്സിലാക്കി അങ്ങനെ സമ്മതിക്കുകയും അങ്ങനെ മരം കൊണ്ട് 3 പടിയും ഇരിക്കാനൊരു സീറ്റുമുള്ള ഒരു ചെറിയ മിമ്പർ ഹബീബായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെടുകയും ഇന്ന് മിമ്പർ വെക്ക ആ സ്ഥലത്ത് തന്നെ അത് സ്ഥാപിക്കപ്പെടുകയും ചെയ്തു. അത് ഒട്ടകം മുട്ടുകുത്തി കിടന്ന സ്ഥലമാണ് എന്ന് മാത്രമല്ല, എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അവസാനം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തിൽ നിന്ന് ചെയ്ത ഒരു ഖുതുബയുണ്ട്. ആ ഖുതുബ ഇരുന്നു കൊണ്ടാണ് ചെയ്തത്. എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാതെ രോഗിയെ അവശനായ സമയത്ത് ഇരുന്നു കൊണ്ട് ചെയ്ത ആ പ്രഭാഷണത്തിൽ പറയുന്നു, ഞാൻ ഈ ഇരിക്കുന്ന എന്റെ മിമ്പർ നാളെ സ്വർഗത്തിൽ നിന്നും വരുന്ന പരലോകത്തുള്ള ഹൗദുൽ കൗസറിന്റെ അടുത്താണ്. ഈ ഇരുന്ന ഇരിപ്പിൽ നിന്നിട്ട് എന്റെ ഹൗദ് ഞാൻ നേരിൽ നോക്കിക്കാണുന്നുണ്ട് എന്ന് പറഞ്ഞ അത്രയും പ്രധാനപ്പെട്ട സ്ഥലത്ത് ഈ മിമ്പർ സ്ഥാപിച്ചപ്പോ സ്വാഭാവികമായും ഖുതുബ നിർവഹിക്കാൻ വേണ്ടി ഹബീബായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നു. നേരെ ഈ മിമ്പർ നേരത്തെ ചാരി നിന്നിരുന്ന മുട്ടി വെച്ചെടുത്തുനിന്നും കുറച്ചപ്പുറത്താണ് മിമ്പറുള്ളത്. നബി തങ്ങൾ വീട്ടിൽ നിന്നിറങ്ങി നേരെ വന്ന് ഈ മുട്ടിയുടെ അടുത്ത് നിൽക്കാതെ അതും വിട്ട് മിമ്പറയിലേക്ക് പോയി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിമ്പറിൽ കയറി സലാം പറഞ്ഞ് ഇരുന്നതേയുള്ളൂ, കരച്ചിൽ കേൾക്കുന്നു. കരച്ചിൽ കേൾക്കുന്നു. ആരാ കരയുന്നതെന്ന് ആർക്കും അറിയുന്നില്ല. അങ്ങനെ കരഞ്ഞ് 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 പള്ളിയാകെ ശബ്ദമുഖരിതമായി കരച്ചില്. കുട്ടിയെ കാണാത്ത ഒട്ടകം കരയുന്നത് പോലെ തേങ്ങിക്കരയുന്ന കരച്ചില്. ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല. സഹാബാക്കൾ നാലുപാടുന്നത് എന്താ ശബ്ദം? ഇമാം ബുഖാരി വിവിധ പരമ്പരകളിലൂടെ റിവായത്ത് വളരെ പ്രസിദ്ധമായ സംഭവമാണ്. എന്താണ് സംഭവം? പക്ഷേ അറിയേണ്ടവരറിഞ്ഞു. ഹബീബായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് മനസ്സിലായി ആരാണ് കരയുന്നതെന്നും എന്തിനാണ് കരയുന്നതെന്നും. മിമ്പറിൽ നിന്ന് ഖുതുബ നിർവഹിക്കാൻ തുടങ്ങിയ നബിതങ്ങൾ എവിടെ നിന്ന് ഇറങ്ങി? താഴെ ഇറങ്ങി വന്നുകൊണ്ട്
നേരത്തെ താൻ ഖുത്ബ നിർവഹിക്കുമ്പോൾ ചാരി നിന്നിരുന്ന ഈ ഉണങ്ങിയ ഈത്തപ്പനയുടെ കേവലം ഒരു മരത്തിന്റെ മുട്ടി, ആ മുട്ടിയെ അടുത്തു വന്നുകൊണ്ട് കൈകൊണ്ട് ഇങ്ങനെ തടയുകയാണ്. വാത്സല്യപൂർവ്വം ഒരു മാതാവ് കുട്ടിയെ എടുത്ത് മാറോടണച്ച് തടയുന്നത് പോലെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ ചാരി നിന്നുകൊണ്ട് അതിനെങ്ങനെ തടയുകയാണ്. ഈ തടയുന്ന സമയത്ത് ദീർഘനേരം കരഞ്ഞ കുട്ടിയെ മാതാവ് എടുത്ത് താമണിച്ച് തടകുമ്പോൾ അത് പിന്നെയും തേങ്ങുന്നത് പോലെ കരച്ചിലിങ്ങനെ അടങ്ങി വരുന്നതിന്റെ അടുത്ത് വീണ്ടും തേങ്ങുകയാണ്. അങ്ങനെ കുറെ സമയം കഴിഞ്ഞ് അത് മാറ്റി കരച്ചിൽ നിന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ദിക്ർ അഥവാ എന്റെ ഉപദേശങ്ങൾ കേട്ടുകൊണ്ടിരുന്ന ആ സമയത്ത് ചാരി നിന്നിരുന്ന എന്റെ സാമീപ്യം നഷ്ടപ്പെട്ടതിൽ ജീവനില്ലാത്ത ഉണങ്ങിയ ഈത്തപ്പനയുടെ മുട്ടി, ഈ ദിക്ർ നഷ്ടപ്പെട്ട എന്റെ ശരീരത്തിന്റെ സ്പർശം നഷ്ടപ്പെട്ടതിന്റെ പേരിൽ സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരയുകയാണ്. ഞാൻ താഴെ ഇറങ്ങി വന്നുകൊണ്ട് അതിനെ തടകി സമാധാനിപ്പിച്ചിട്ടില്ലെങ്കിൽ ഖിയാമത്ത് നാൾ വരെ ആ മുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. ഈ ഹദീസ് ഉദ്ധരിക്കുമ്പോഴൊക്കെയും ബഹുമാനപ്പെട്ട ഇമാം ഹസനുൽ ബസ്രി റളിയല്ലാഹു തആല എന്ന് പറയും, ജനങ്ങളെ, വിശേഷബുദ്ധിയുള്ളവരെ, നബി തങ്ങളുടെ ഉമ്മത്തുകളായ മുഅ്മിനുകളെ, നിർജീവമായ ഉണങ്ങിയ ഒരു മരത്തിന്റെ മുട്ടി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വേർപാടിൽ ഇത്രമാത്രം കരഞ്ഞെങ്കിൽ ആ നബി നമുക്ക് വേണ്ടി ജീവിച്ചു, നമുക്ക് വേണ്ടി മരണപ്പെട്ടു, ഇന്നും നമുക്ക് വേണ്ടി ത്യാഗം ചെയ്തുകൊണ്ട് കഷ്ടപ്പെട്ട് നമ്മൾക്ക് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആ ഹബീബിന്റെ വേർപാടിൽ നിങ്ങൾ ആരാണ് കരയാത്തത്? എന്തിനു നിങ്ങൾക്ക് കരച്ചിൽ വരുന്നില്ല എന്ന് ബഹുമാനപ്പെട്ട ഹസൻ ബസ്രി റളിയല്ലാഹു തആല ചോദിക്കും. ആ മരത്തിന് കിട്ടിയ ഭാഗ്യം കേവലം ഒരു ഉണങ്ങിയ മുട്ടിക്ക് കിട്ടിയ ഭാഗ്യം നോക്കണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ മിമ്പറിന്റെയും മെഹ്റാബിന്റെയും ഇടയിലുള്ള സ്ഥലത്ത് സ്വർഗമാണെന്ന് പറഞ്ഞ ആ സ്ഥലത്ത് മണ്ണ് വാന്തി അതിൽ മറമാടിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്തിനാണെന്നറിയാമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബിനെ മഹബത്ത് വെച്ചതിന്റെ പേരിൽ നബി തങ്ങൾ അതിന് ഖിയാർ കൊടുക്കുകയാണ്. നിനക്ക് എന്താ വേണ്ടത് വാങ്ങിത്തരാം. നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ നീ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ദുനിയാവിൽ ഏത് ഭാഗത്താണെങ്കിലും നല്ലൊരു ഈത്തപ്പനത്തടിയായി നിന്നെ പുനഃസ്ഥാപിച്ച് സാലിഹീങ്ങളായ ആളുകൾ ഇവിടെ നിന്ന് ഭക്ഷിക്കാനുള്ള ഒരു ഈത്തപ്പനത്തടിയാക്കാൻ അല്ലാഹുവിനോട് ഞാൻ ശഫാഅത്ത് ചെയ്യാം. അല്ല നീ ആഗ്രഹിക്കുന്നെങ്കിൽ സ്വർഗത്തിൽ ഞങ്ങളോടൊന്നിച്ച്, സത്യവിശ്വാസികളോടൊന്നിച്ച് സ്വർഗത്തിൽ ഒരുമിച്ച് കൂടി സ്വർഗത്തിലുള്ള അല്ലാഹുവിന്റെ സാലിഹീങ്ങളായ അടിയാറുകൾ ഭക്ഷിക്കുന്ന ഒരു ഈത്തപ്പനയാക്കി നിന്നെ ഞാൻ അല്ലാഹുവിനോട് ശഫാഅത്ത് ചെയ്ത്, അങ്ങനെ ഈ ഉണങ്ങിയ ഈത്തപ്പന മുട്ടി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു വാങ്ങിയത് എന്താണെന്നറിയാമോ? ദുനിയാവ് എനിക്ക് വേണ്ടതില്ല, ഇന്നല്ലെങ്കിൽ നാളെ ദുനിയാവ് നശിച്ചു പോകുന്നതാണ്, ഒരിക്കലും നശിക്കാത്ത അല്ലാഹുവിന്റെ സാലിഹീങ്ങളായ അടിയാറുകൾ മാത്രം വസിക്കുന്ന സ്വർഗലോകത്ത് ആ സാലിഹീങ്ങൾക്ക് ഭക്ഷിക്കാനുള്ള ഒരു ഈത്തപ്പനയായി എന്നെ അങ്ങ് സ്ഥാപിക്കണം, എനിക്കതാണ് വേണ്ടത്. ഹബീബിനോടുള്ള മഹബത്ത് കൊണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട തൃക്കൈ കൊണ്ട് ആ പള്ളിയിൽ സ്വർഗമാണെന്ന് പറഞ്ഞ റൗദത്തും മിൻ റിയാദിൽ ജന്ന എന്ന് പറഞ്ഞ മിമ്പറയുടെയും മെഹ്റാബിന്റെയും ഇടയിലുള്ള സ്ഥലത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറമാടിയിരിക്കുന്നു. കേവലം ഒരു മരത്തിന്റെ ഉണങ്ങിയ മുട്ടിക്ക് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം ഇതായിരുന്നെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഹബീബായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യാത്രാവേളകളിലും യുദ്ധ സന്ദർഭങ്ങളിലും ഒക്കെ ഉപയോഗിച്ചിരുന്ന ബുദ്ധിയില്ലാത്ത കേവലം മൃഗമാവുന്ന ഒരൊട്ടകം നിങ്ങൾക്കറിയാമോ? അൽബാ എന്ന പേരിൽ അറിയുന്ന ധാരാളം ഒട്ടകങ്ങളും കുതിരകളും ഒക്കെ തങ്ങൾക്കുണ്ടായിരുന്നു. അൽബാ എന്ന് പറയുന്ന ഒട്ടകത്തിന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പ്രത്യേകമായ ഒരു സ്നേഹമായിരുന്നു. ആ സ്നേഹം അതിനല്ലാതെ വഹി ഇറങ്ങുന്ന സമയത്ത് ഒരു മൃഗത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ താങ്ങാൻ കഴിയുമായിരുന്നില്ല. അത് തന്നെ തിരുനബി തങ്ങൾ അതിന് പുറത്തിരിക്കുമ്പോൾ വഹി ഇറങ്ങുകയാണെങ്കിൽ അത് താഴ്ന്ന് അതിന്റെ നെഞ്ഞ്, അതിന്റെ പള്ളഭാഗം നിരത്തി മുട്ടുമായിരുന്നു. തങ്ങളുടെ വഹിയിറങ്ങുക എന്ന് പറഞ്ഞാൽ സാധാരണ സംഭവമല്ല. അത് താങ്ങാൻ ഏക ഈ ഒരൊറ്റ ഒട്ടകത്തിനെ അത് സാധിക്കുമായിരുന്നുള്ളൂ. ഈ ഒട്ടകം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ അന്ന് മുതൽ ഒരു മൃഗം, വിശേഷബുദ്ധിയില്ലാത്ത, സ്വർഗം നരകമില്ലാത്ത, കേവലം മണ്ണായി പോകേണ്ട ഒരു മൃഗം ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചു നോക്കണം. വഫാത്തായ അന്ന് മുതൽ ഒരിറ്റു വെള്ളം കുടിക്കാതെ, ഒരു പച്ചപ്പുല്ല് കടിക്കാതെ, അന്നപാനാദികൾ വെടിഞ്ഞ് കരഞ്ഞ് 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 ആ ഒട്ടകം മരണപ്പെട്ടു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വേർപാട് താങ്ങാൻ കഴിഞ്ഞില്ല. ബുദ്ധിയില്ലാത്തൊരു മൃഗം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വേർപാടിൽ അന്നപാനാദികൾ ഒഴിച്ച് ജീവൻ വെടിഞ്ഞു. എന്തുകൊണ്ട്? എന്റെ പുറത്ത് ഇനി വേറൊരാൾ യാത്ര ചെയ്യണ്ട,
എന്നെ ഇനി മറ്റൊരാൾ സംരക്ഷിക്കണ്ട, എനിക്ക് മറ്റൊരു യജമാനനെ കാണണ്ട, എനിക്ക് എന്റെ ഹബീബ് പോയ ലോകത്തേക്ക് പോയാൽ മതി. അങ്ങനെ ഹബീബിന്റെ കൂടെ പോയി. അതൊരു വിശേഷ ശുദ്ധിയില്ലെങ്കിലും ഒട്ടകല്ലേ, എന്നാൽ അതിനേക്കാളും താന്ന ജീവിയായി നമുക്ക് കണക്കാക്കുന്ന ഒരു കൈത. വിവിധ കഴുതകളുണ്ടായ കൂട്ടത്തിൽ യഅഫൂർ എന്ന പേര് ഖൈബറിൽ നിന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലഭിച്ച ഒരൊട്ടകമുണ്ട്, ഒരു കഴുതയുണ്ടായിരുന്നു. ഈ യഅഫൂർ എന്ന് പറയുന്ന കഴുത ഏറ്റവും ബുദ്ധിയില്ലാത്ത ജീവി എന്ന് പറയുന്നതാണല്ലോ കഴുത. കഴുതയേക്കാളും താന്നൊരു ജീവിയില്ല. പക്ഷേ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ യഅഫൂർ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. ഹബീബുമായി ബന്ധപ്പെട്ടതെല്ലാം വിശേഷ പ്രത്യേകതയുള്ളതാണ്. സാധാരണ മനുഷ്യനൊക്കെ ആരൊക്കെയോ പറയുന്നുണ്ടെങ്കിൽ അവരൊന്നും അറിയാതെ പറയുകയോ അല്ലെങ്കിൽ എന്താണെന്ന് പറയുന്നത് അവർക്ക് മനസ്സിലാക്കുകയോ ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കേണ്ടത്. ഈ യഅഫൂർ ജീവിതകാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടിയന്തരമായി തന്റെ പ്രിയപ്പെട്ട സഹാബാക്കളിൽപ്പെട്ട ആരെങ്കിലും ഒരാളെ കാണേണ്ട ഒരു ആവശ്യമുണ്ടെങ്കിൽ അപ്പോൾ പറഞ്ഞയക്കാൻ പറ്റുന്ന ആളുകളില്ലെങ്കിൽ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ യഅഫൂറിനെയായിരുന്നു കൂട്ടിയിരുന്നത്. ചരിത്ര പ്രസിദ്ധമായ സംഭവമാണ്. എവിടേക്കാണ് പോകേണ്ടതെന്ന് നബി തങ്ങൾ പറഞ്ഞാൽ മതി, ഇന്ന ആളുടെ വീട്ടിൽ പോവാൻ. ആ സമയത്ത് ഇവിടുന്ന് പോയ ഈ കഴുത വഴിതെറ്റാതെ നേരെ ആ സ്വഹാബിയുടെ വീട്ടിൽ ചെന്ന് അയാളുടെ വാതിലിന്റെ തല കൊണ്ട് മുട്ടും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യഅഫൂറിനെ അറിയാത്ത സഹാബാക്കൾ ആരുമില്ല. ഇത് വന്നിട്ട് വാതിൽ മുട്ടുന്നത് കണ്ടാൽ സഹാബാക്കൾക്ക് മനസ്സിലാക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിക്കാൻ വിട്ടതാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ദൂതനായി പ്രവർത്തിച്ചിരുന്ന ഈ യഅഫൂർ എന്ന് പറയുന്ന കഴുത ഹബീബ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായതോടുകൂടി ഒട്ടകമാണെങ്കിൽ അന്നപാനാദികൾ ഒഴിച്ച് ജീവൻ വെടിയുന്നത് വരെ ജീവിച്ചു. പക്ഷേ അത്രയും ജീവിക്കാൻ യഅഫൂർ എന്ന് പറയുന്ന കഴുതക്ക് ക്ഷമ വന്നില്ല. ഹബീബില്ലാത്ത ലോകത്തിന് ജീവിക്കണ്ട എന്ന് മനസ്സിലാക്കി ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖബറടക്കപ്പെട്ടതോടുകൂടി ഒരു കിണറ്റിൽ പോയി ചാടി സ്വയം മരിക്കുകയാണ് ചെയ്തത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബുദ്ധിയില്ലാത്ത കഴുതകൾക്കും ഒട്ടകങ്ങൾക്കും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വേർപാട് താങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. നമുക്കോ പ്രിയപ്പെട്ടവരെ, നമുക്കങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് സ്നേഹം എന്ന് പറഞ്ഞാൽ ഇത്തിബാണ്. എന്ത് ഇത്തിബാ? ഇത്തിബാ ഉണ്ടാകുന്നത് സ്നേഹമില്ലാതെ എവിടുന്ന ഇത്തിബാ ഉണ്ടാകുന്നത്? ഹബീബായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബാ കിറാമുകൾ അവരാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ യഥാർത്ഥത്തിൽ ഉൾക്കൊണ്ടത്. ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു തആല അൻഹു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന്റെ ശേഷം ഖബറടക്കുന്നത് വരെ ബാങ്ക് വിളിച്ചിരുന്നു. പക്ഷേ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖബറടക്കിയതിനു ശേഷം ബാങ്ക് വിളിച്ചില്ലെന്ന് മാത്രമല്ല, മദീനയിൽ എനിക്ക് നീ ജീവിച്ചുകൂടാ, മദീനയിലൂടെ എനിക്ക് നടന്നുകൂടാ. കാരണം എന്തുകൊണ്ട്? എപ്പോഴും ഒരു നേഴ് പോലെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒന്നിച്ച് എല്ലാ സന്ദർഭത്തിലും നബി തങ്ങളുടെ കൂടെ അനുഗമിച്ചിരുന്ന മഹാനായ ബിലാൽ റളിയല്ലാഹു തആല എവിടെ പോകുമ്പോഴും നബി തങ്ങളുടെ ആ വേർപാട് അദ്ദേഹത്തെ അസഹ്യമായി വേദനിപ്പിച്ചു. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിനോട് സമ്മതം വാങ്ങി അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യാൻ വേണ്ടി അങ്ങനെ ഷാമിലുള്ള അദ്രിയാത്ത് എന്ന പ്രദേശത്ത് അദ്ദേഹം സ്ഥിരതാമസമാക്കി. മദീനയിൽ വരാൻ പറ്റാത്തതുകൊണ്ട് പിന്നീട് രണ്ട് പ്രാവശ്യമാണ് മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹു ബാങ്ക് വിളിച്ചത്. ഒന്ന് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞു, ബഹുമാനപ്പെട്ട തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി ഒരു കൊല്ലം തികഞ്ഞ സമയത്ത് ഉറങ്ങിക്കിടക്കുന്ന ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നത്തിൽ വന്നുകൊണ്ട് വിളിച്ചറിയിച്ച ഒരു ആക്ഷേപം, ബഹുമാനപ്പെട്ട തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നത്തിൽ വന്നുകൊണ്ട് നബി തങ്ങളോട് ബിലാലിനോട് ചോദിക്കുകയാണ്, മാ ഹാദിൽ ജഫൂത്ത് യാ ബിലാൽ, ഈ ബിലാൽ എന്ത് പിണക്കാടോ ഇത്? കന്തസൂറൻ അവർ കൊല്ലാലിടോ, നീ മദീനം വിട്ടുപോയിട്ട് ഒന്ന് വന്ന് സിയാറത്ത് ചെയ്യാനായില്ലേ എന്ന് പറഞ്ഞ സമയത്ത് പെട്ടെന്ന് ഞെട്ടി ഉണർന്ന ബിലാൽ റളിയല്ലാഹു തആല ആ രാത്രിക്ക് രാത്രി നേരം പുലരാൻ പോലും നിൽക്കാതെ യാത്ര പുറപ്പെട്ട് മദീനയിലെത്തി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ഷരീഫിലേക്ക് വീണുകൊണ്ട് അവിടത്തെ മുഖം ആ ഖബറിൽ വെച്ച് ഉഴച്ച് കണ്ണീരൊഴുക്കി കരഞ്ഞ് തലയിൽ മണ്ണ് വാരിയിട്ട് സങ്കടപ്പെട്ട് ആ സമയത്ത് ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അവരെ ഓമനിച്ച് ലാളിച്ച് എടുത്ത് കൊണ്ടു നടക്കുന്ന ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ കണ്ടപ്പോ കുട്ടികൾ രണ്ടുപേരും ഓടി വന്ന് അവരെ നിർബന്ധിച്ച് ബാങ്ക് കൊടുക്കാൻ പറഞ്ഞ ഒരു സമയം. ആ ബാങ്ക് പൂർത്തിയാക്കാൻ ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന് കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, മദീന കണ്ട ഏറ്റവും വലിയ മദീന ഒരു അറ്റം മുതൽ ഇങ്ങേ അറ്റം വരെ
ഹജ്ജിന് ഹാജിമാര് തൽബിയത്ത് ചെല്ലുമ്പോഴുണ്ടാവുന്ന മുഴക്കം പോലെ കരച്ചിലിന്റെ ഒരു മുഴക്കമായിരുന്നു മദീനയിൽ. അത് കഴിഞ്ഞ് പിന്നെ ബിലാൽ റളിയല്ലാഹു തആല അൻഹു ബാങ്കില്ല, ബാങ്ക് കൊടുക്കാൻ കഴിയില്ല. അവസാനം നിർബന്ധിച്ച് മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്ത് ബൈത്തുൽ മഖ്ദസ് കീഴടങ്ങിയപ്പോൾ ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വിളിപ്പിച്ചു. മസ്ജിദുൽ അഖ്സായിൽ മുസ്ലിങ്ങൾ കൊടുക്കുന്ന ഒന്നാമത്തെ ബാങ്ക് ബഹുമാനപ്പെട്ട ബിലാലിന്റെ നാവ് കൊണ്ടാവണം എന്ന് ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന് നിർബന്ധം. എന്തുകൊണ്ട്? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കം ഫതഹായ സമയത്ത് മക്ക വിജയം ലഭിച്ച ആ ദിവസം ഏറ്റവും ആദ്യമായി പരിശുദ്ധ കഅബ ഷരീഫിന്റെ അരികെ വെച്ചുകൊണ്ടൊരു ബാങ്ക് വിളിക്കുന്നത് മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹു ആവണമെന്ന് നബി തങ്ങൾ ആഗ്രഹിച്ചു. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് ലോകത്ത് മറ്റാർക്കും ലഭിക്കാത്ത ഒരു പ്രത്യേക സൗഭാഗ്യം കഅബ ഷരീഫിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് ബാങ്ക് കൊടുക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചത്. അങ്ങനെ നബി തങ്ങളുടെ കൽപ്പന പ്രകാരം ലോകത്ത് ഒരിക്കലേ എങ്ങനെ സംഭവിച്ചിട്ടുള്ളൂ. കഅബ ഷരീഫിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് ബഹുമാനപ്പെട്ട ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു തആല നബി തങ്ങളുടെ താല്പര്യപ്രകാരം ബാങ്ക് വിളിച്ചു. ഇതിന്റെ ഒരു ആവർത്തനം എന്ന നിലക്ക് ഒന്നാമത്തെ മുസ്ലിങ്ങളുടെ ഖിബ്ലയായിരുന്ന ബൈത്തുൽ മുഖദ്ദസ് മുസ്ലിങ്ങളുടെ കീഴിൽ വന്നപ്പോൾ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല നിർബന്ധിച്ചു, ബിലാൽ നിങ്ങൾ വേണം ബാങ്ക് വിളിക്കാൻ. പക്ഷേ ബിലാൽ റളിയല്ലാഹു തആല പറഞ്ഞു, ഉമറുൽ ഫാറൂഖ് എനിക്ക് വിട്ടാണ്, ബാങ്ക് വിളിക്കാൻ എന്നോട് എനിക്ക് കഴിയില്ല. പക്ഷേ ഉമർ റളിയല്ലാഹു തആല വിട്ടില്ല. അബൂ ഉബൈദ റളിയല്ലാഹു തആല ഉൾപ്പെടെയുള്ള പതിനായിരക്കണക്കിന് വരുന്ന സഹാബാക്കൾ ഉൾക്കൊള്ളുന്ന ആ സദസ്സിൽ നിർബന്ധപൂർവം ബഹുമാനപ്പെട്ട മസ്ജിദുൽ അഖ്സയിൽ ഒന്നാമതായി വിളിക്കുന്ന ബാങ്ക് ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു തആല കൊടുക്കണം എന്നവർക്ക് നിർബന്ധമുള്ളതുകൊണ്ട് ഉമറുൽ ഫാറൂഖിന്റെയും അബൂ ഉബൈദ റളിയല്ലാഹു തആലയുടെയും നിർബന്ധത്തിന് വഴങ്ങി ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു തആല രണ്ടാമത്തെ ബാങ്കിന് നബി തങ്ങളുടെ വഫാത്തിന് ശേഷം അവിടെ നിന്ന് മറവിട്ടതിന് ശേഷം ലോകത്ത് വെച്ച് കൊടുത്ത രണ്ടാമത്തെ ബാങ്ക് മസ്ജിദുൽ അഖ്സായിൽ വെച്ചു കൊടുത്ത ബാങ്കായിരുന്നു. ചരിത്രം പറയുന്നു, ലോകം കണ്ട ഇത്രയും ശക്തമായ ഒരു കൂട്ടക്കരച്ചിൽ ലോകത്ത് വേറെ കണ്ടിട്ടില്ല. ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു തആല മസ്ജിദുൽ അഖ്സയിൽ കയറി നിന്നുകൊണ്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ നാമം ഉച്ചരിച്ച് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന ആ ശബ്ദം കേട്ടപ്പോൾ നബി തങ്ങളുടെ കാലത്ത് നബി തങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് കൊടുത്തിരുന്ന ബാങ്കിന്റെ അതേ സാക്ഷാൽ ആ ബാങ്ക് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവരുടെ മുന്നിൽ ജീവിക്കുന്ന പ്രതീതി അവർക്ക് കൈവരികയും ആ വേർപാടിന്റെ പച്ചയായ ഓർമ്മ അവരുടെ മനസ്സിനെ മതിച്ച് വേദനിപ്പിച്ച് അട്ടഹസിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സഹാബാക്രാം കൂട്ടക്കരച്ചിലാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായ അന്നത്തെ ദിവസം കഴിച്ചാൽ ലോകം കണ്ട മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ കരച്ചിൽ ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു തആല മസ്ജിദുൽ അഖ്സായിൽ വെച്ച് കൊടുത്ത ബാങ്കായിരുന്നു. അതായിരുന്നു അവരുടെ ഈമാൻ. പ്രിയപ്പെട്ടത്, ആ ബിലാൽ റളിയല്ലാഹു തആല മദീന വിട്ടുപോയി തിരിച്ചു വരാതിരിക്കാൻ ഇതന്നെയായിരുന്നല്ലോ കാരണം. അവസാനം മരണമാസന്നമായ ബിലാൽ റളിയല്ലാഹു തആല അവരുടെ സ്നേഹമാണ് പറയുന്നത്. മരണമാസന്നമായി ഇടക്ക് ബോധം കെട്ടുന്നു, ഇടക്ക് ബോധം തിരിച്ചു വരുന്നു. പാടെ അവശനായി എഴുന്നേറ്റ് നിൽക്കാതെ മരണം മുന്നിൽ കണ്ടുകൊണ്ട് ഇടക്ക് ബോധം കെട്ട്. അതിന്റെ ഇടക്ക് ഭാര്യ കരയാണ്, മക്കൾ കരയാണ്, ഭാര്യയും മക്കളും കരയുന്നതിന്റെ അടുത്ത് പെട്ടെന്ന് ഓർമ്മ വന്ന സമയത്ത് ബഹുമാനപ്പെട്ട ബിലാൽ മരണം കണ്ണിൽ കണ്ടുകൊണ്ട് പാടുകയാണ്, വാ തറബാ വാ തറബാ അദന്നൽ ഖൽ അഹബ്ബ മുഹമ്മദൻ വഹിസ്ബാ. മരിക്കുന്ന സമയത്ത് മരണത്തിന്റെ സക്രാത്തിന്റെ വേജാർ അവരെ പിടികൂടിയിട്ടില്ല. ആകെ ഉണ്ടായിരുന്ന സന്തോഷം, വാ തറബാഹ് എന്റെ ആനന്ദമേ, എന്റെ സന്തോഷമേ, നാളെ പ്രിയപ്പെട്ട കൂട്ടുകാരെ കാണാൻ പോവുകയാണ്. മുഹമ്മദൻ വഹിസ്ബ, ഹബീബ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അവിടുത്തെ സന്തത സഹചാരിയായിരിക്കുന്ന അബൂബക്കർ സിദ്ദീഖിനെയും അവിടെ പ്രിയ കൂട്ടുകാരായ ഉമറുൽ ഫാറൂഖിനെയും ഉൾപ്പെടെയുള്ള എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ കാണാനാണല്ലോ ഞാൻ പോകുന്നത്. എന്റെ ആനന്ദമേ എന്ന് പറഞ്ഞ മരണം പാട്ടുപാടിക്കൊണ്ട് മരണം സ്വീകരിച്ചത് ആ ഹബീബിന്റെ ഹദറത്തിലേക്ക് പോവുകയാണ് എന്നതുകൊണ്ടാണ് ആ ഹബീബിന്റെ വേർപാടുണ്ടായ ആ മണ്ണ് കാണാനുള്ള മനക്കരുത്തില്ലാത്ത അത്രയും ദുഃഖമായിരുന്നു അവർക്ക് അനുഭവപ്പെട്ടിരുന്നത്. നമുക്ക് എന്ത് അനുഭവപ്പെടുന്നു? ആ മണ്ണിൽ വരുമ്പോൾ നമ്മൾ അവിടുത്തെ പൊറാത്തിന്റെ ഓർമ്മോ അതല്ലെങ്കിൽ കറിയുടെ രുചിക്കുറവോ ഇതിന്റെ അഭിപ്രായം ചർച്ച ചെയ്യുന്നു. നമുക്ക് ആ ഹബീബ് ഇവിടെ മണ്ണിന്റെ അടിയിലാണ് കിടക്കുന്നത്, ആ മണ്ണാണിത് എന്നുള്ള ബോധമുണ്ടോ പ്രിയപ്പെട്ടവരെ? നമുക്ക് എന്ത് സ്നേഹമാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്.
എത്ര സഹാബത്ത് എന്തായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരണം മുസ്ലിം ലോകത്തെ ഏൽപ്പിച്ച ആഘാതം എന്തായിരുന്നു. പ്രിയപ്പെട്ട തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി എന്ന് കേട്ട അതൊരു അറ്റാക്കായി അനുഭവപ്പെട്ട് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു ഉനൈസ് റളിയല്ലാഹു തആല അൻഹു അപ്പോൾ തന്നെ മരണപ്പെട്ടു പോയി. ആ വാർത്ത താങ്ങാനുള്ള ശേഷി അവർക്കുണ്ടായിരുന്നില്ല. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി എന്ന് കേട്ടതോടുകൂടി മഹാനവർകൾ അപ്പോൾ തന്നെ ഹാർട്ട് അറ്റാക്കായി മരണപ്പെട്ടുപോയി. അബ്ദുല്ലാഹ് ഇബ്നു ഉനൈസ് റളിയല്ലാഹു തആല തങ്ങളുമായിട്ട് അത്ര അടുത്ത ബന്ധമാണ്. അതേ സമയത്ത് ബഹുമാനപ്പെട്ട സഹാബാക്കളിൽ ബഹുമാനായ സൗബാൻ റളിയല്ലാഹു തആല അൻഹുവിനെ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി വളരെ അടുപ്പമുള്ള സഹാബത്ത് അല്ലാഹുവിനോട് ദുആ ചെയ്യാണ്, പഠിച്ചവനെ എനിക്കുണ്ടെങ്കിൽ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണപ്പെട്ട ഈ ലോകം എനിക്ക് കാണണ്ട, എന്റെ കണ്ണിന്റെ കാഴ്ച നീ എടുത്തു കളയണം പഠിച്ചവനെ. അപ്പോൾ തന്നെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി. മരണം വരെ പിന്നെ എനിക്ക് ഈ ലോകം എനിക്ക് കാണേണ്ടതില്ല, എന്റെ ഹബീബില്ലാത്ത ലോകം കാണുന്ന കണ്ണെനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് അള്ളാഹുവിനോട് ദുആ ചെയ്ത് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുത്തിയവരായിരുന്നു ബഹുമാനപ്പെട്ട സഹാബാക്കൾ. കാരണം എന്തുകൊണ്ട്? എപ്പോഴും അവരുടെ കണ്ണു മുന്നിൽ ആ ഹബീബില്ലാത്തൊരു മദീന ഊഹിക്കാൻ പോലും കഴിയില്ല. അങ്ങനത്തെ ഒരു മണ്ണ് കണ്ടാൽ അത് സഹിച്ച് ജീവിക്കാൻ കഴിയില്ല. അതായിരുന്നു അവര്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമുക്ക് അങ്ങനത്തെ വല്ല വേദനയോ വല്ല സങ്കടമോ എപ്പോഴെങ്കിലും വരുന്നുണ്ടോ? ഇല്ലെങ്കിൽ എന്തിന്റെ കുറവാണ് പ്രിയപ്പെട്ടവരെ? നമുക്ക് ഈമാനുണ്ടോ? ഈമാൻ ഉണ്ടാവണമെങ്കിൽ ആ ഹബീബിനെ സ്നേഹിക്കുക, ഓർക്കുക, എപ്പോഴും കരഞ്ഞോളൂ. കരയാൻ പറ്റുന്ന ഒരു സംഗതി ഉണ്ടെങ്കിൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാര്യത്തിൽ മാത്രമാണ്. ബഹുമാനപ്പെട്ട സഹാബത്ത് ധാരാളം പറഞ്ഞിട്ടുണ്ട് അക്കാര്യം. ദുഃഖകരമായ അവസ്ഥയിൽ, സങ്കടകരമായ അവസ്ഥയിൽ, വേദനയുടെ അവസ്ഥയിൽ ക്ഷമ കൈകൊള്ളുക എന്നതാണ് ധീരത. പക്ഷേ ഹബീബ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വേർപാടൊഴിച്ച്, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വേർപാട് ആഘാതമേൽപ്പിക്കാത്ത ഹൃദയം യഥാർത്ഥത്തിൽ ഈമാനില്ലാത്ത ഹൃദയമാണ്. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അതാണ് ഏറ്റവും വലിയ ധീരൻ. അല്ലാഹുവിന്റെ പടപ്പുകളിൽ അമ്പിയാക്കളെ കഴിച്ചാൽ ഈമാൻ മാത്രമല്ല ധീരതയിൽ ഏറ്റവും വലിയ ധീരൻ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല ആയിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. അതിന് കാരണം എന്താണ്? മുസ്ലിം ലോകത്തിനേറ്റ ഏറ്റവും വലിയ ആഘാതം, ഏറ്റവും വലിയ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വേർപാടായിരുന്നല്ലോ. എങ്കിലും രണ്ടാമത്തെ വയസ്സ് 2 വയസ്സാകാനുള്ള വ്യത്യാസം. കുട്ടികളായി കൊച്ചുനാളിൽ കൂടെ കളിക്കുന്ന കാലം തൊട്ട് വഫാത്ത് വരെ ഒരു നിഴല് പോലെ നബി തങ്ങളെ പിന്തുടർന്ന, സ്വന്തം ജീവനേക്കാൾ അക്ഷരാർത്ഥത്തിൽ നബി തങ്ങളെ സ്നേഹിച്ച സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു മഹാനവർകൾ പ്രത്യേക ഒരു സാഹചര്യത്തിലും റബീഉൽ അവ്വൽ 12 കാലത്ത് അതിന്റെ മുമ്പ് 2 ദിവസം മുമ്പ് 3 ദിവസം മുമ്പ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മദീനത്ത് പള്ളിയിൽ പോയി നിസ്കരിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. രോഗിയായി 11 അല്ലെങ്കിൽ 13 ദിവസം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിട്ടുണ്ടെങ്കിലും അന്നൊക്കെ ഒരു വിധത്തിൽ പള്ളിയിൽ വന്ന് ജമാഅത്തിൽ പങ്കെടുക്കാറുണ്ടായിരുന്നു. പക്ഷേ അവസാനമായപ്പോഴേക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കിടന്നിടത്തുനിന്ന് എഴുന്നേൽക്കാനോ പോയി ഇരുന്നുകൊണ്ടെങ്കിലും അവർക്ക് നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കാനോ പറ്റാതെ വന്നപ്പോൾ അവസാനം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിനോട് ഇമാമായി നിസ്കരിക്കാൻ മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആജ്ഞാപിക്കുകയുണ്ടായി. അതനുസരിച്ച് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഇമാമായി നിസ്കരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിഷമത്തിലും രോഗത്തിലും ദുഃഖിതരായ സഹാബാക്കൾ എപ്പോഴും പള്ളിയുടെ പരിസരത്താ, വീട്ടിന്റെ പരിസരത്തായി വിട്ടുപോകാതെ എന്താണ് സംഭവിക്കുക എന്നുള്ള നിലക്ക് വേജാറിലും വെപ്രാളത്തിലുമാണ്. അങ്ങനെ ദിവസങ്ങളായി അവസാനം തിങ്കളാഴ്ച രാവിലെ സുബ്ഹിക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ സുബ്ഹി നിസ്കാരം തുടങ്ങുന്നു. ഇഖാമത്ത് കൊടുത്ത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഇമാമത്തിന് വേണ്ടി മുന്നിൽ നിന്നു. പിന്നെ സഫുകളെല്ലാം മണിയായി നിന്ന സമയത്ത് നബി തങ്ങൾക്ക് ഒരു ആശ്വാസം തോന്നി. ആ ആശ്വാസം തോന്നിയ സമയത്ത് കിടക്കുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് വന്ന് വീട്ടിന്റെ വാതിലിന്റെ വിരിപ്പ് നീക്കി. ആ വിരിപ്പ് നീക്കിയതോടുകൂടി സഹാബത്തിന് എന്തെന്നില്ലാത്ത ആനന്ദം. നബി തങ്ങൾക്ക് രോഗം സമാധാനപ്പെട്ടു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാമത്ത് നിൽക്കാൻ പള്ളിയിൽ വരുന്നു എന്നുള്ള നിലക്ക് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു മാറി നിന്നു, പിന്നോട്ട് മാറാൻ തുടങ്ങി. അതേ സമയത്ത് സഹാബത്തെല്ലാം പറയാ നിബിധങ്ങളെ കണ്ടിട്ട് നിസ്കാരം മറന്നുപോയി. നിസ്കാരത്തിന്റെ കാര്യം തന്നെ ഓർമ്മ വിട്ടുപോയി. നിബിധങ്ങൾ വരുന്നത്
അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷത്തോടുകൂടി പുഞ്ചിരിച്ചുകൊണ്ട് നിസ്കാരം പൂർത്തിയാക്കാൻ പറഞ്ഞു. ഇറങ്ങി വരാൻ പറ്റിയില്ല. അങ്ങനെ നിസ്കരിച്ചു കഴിഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിൽ വന്നു. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വന്നു ചോദിച്ചു, നബിയെ തങ്ങൾക്ക് കുറച്ച് ആശ്വാസമാണല്ലോ? അതെ, ആശ്വാസമാണെന്ന് കുറച്ച് സുഖം തോന്നുന്നുണ്ട്. എങ്കിൽ എന്റെ ഭാര്യയാവുന്ന ഖാരിജത്തിന്റെ പുത്രി അവരുടെ വീട്ടിൽ താമസിക്കേണ്ട ദിവസമാണ്. ഭാര്യയുടെ വീട്ടിൽ പോയിട്ട് മറ്റൊക്കെ ദിവസങ്ങളായി മരിച്ചവർക്ക് സുഖമില്ലാത്തത്. അപ്പൊ ഞാൻ അവിടം വരെ ഒന്ന് പോയി വരട്ടെയോ എന്ന് സമ്മതം ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പൊ കുറച്ച് ആശ്വാസം തോന്നിയതാണ്. അതുപോലെ തന്നെ അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു എപ്പോഴും ശുശ്രൂഷിച്ചുകൊണ്ട് അവിടെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന ആളാണ്. അലി റളിയല്ലാഹു അൻഹു അത്യാവശ്യമായിട്ടൊരു കാര്യത്തിന് തങ്ങൾക്ക് കുറച്ച് ആശ്വാസമാണല്ലോ, ഞാൻ അത്യാവശ്യമായിട്ടൊരു കാര്യത്തിന് പുറത്തു പോകേണ്ടതുണ്ട്, അങ്ങനെ തങ്ങൾ അവർക്കും സമ്മതം കൊടുത്തു. അങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് പുരുഷന്മാരാരും ഇല്ലാത്തൊരവസ്ഥ വന്നു. സ്ത്രീകൾ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ മാത്രമുള്ള സമയത്താണ് ഹബീബ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്നത്. വഫാത്തായി വിവരം ആയിഷ ബീവിന്റെ നെഞ്ഞിൽ കിടക്കാൻ വയ്യാതെ മരണം അടുക്കുന്ന സമയത്തുണ്ടാകുന്ന നിലയ്ക്ക് എല്ലാ സാധാരണ ആളുകൾക്ക് ഉണ്ടാകുന്നതിന്റെയും എത്രയോ മടങ്ങ് കഠിനമായിരുന്നു ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രോഗവും വിഷമവും. പനി കൊണ്ട് വലിയ കട്ടിയുള്ള കരിമ്പടം മടക്കിയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പതിച്ചിരുന്നത്. അതിന്റെ മുകളിൽ തൊട്ടാൽ പൊള്ളുമാറുള്ള ചൂടുണ്ടായിരുന്നു. ഒരു കരിമ്പടം നേരിട്ടാൽ തന്നെ അതിന്റെ മുകളിൽ ചൂട് വരില്ല, മടക്കിയിട്ടിട്ട് അതിന്റെ മുകളിൽ തൊട്ടാൽ തന്നെ പൊള്ളുന്ന നിലക്കുള്ള ചൂടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പനിക്ക്. അതിന്റെ പുറമെ കഠിനമായ വേദന. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖൈബറിൽ വെച്ച് യഹൂദിയായിരിക്കുന്ന ഒരു സ്ത്രീ വിഷമത്തിലൂറ്റിയ അതോ സുമുസ എന്ന് പറയുന്ന, അത് ചെന്നാൽ സെക്കൻഡ് കൊണ്ടിട്ട് ജീവനുള്ള ഏത് വസ്തുവാണെങ്കിലും മരണപ്പെട്ടു പോകുന്ന അത്രയും കടുത്ത വിഷമുള്ള വസ്തുവാണ് സുമുസ. ഈ സുമുസ എന്ന് പറയുന്ന വിഷം ഉപയോഗിച്ചുകൊണ്ട് വേവിച്ച മാട്ടുമാംസമായിരുന്നു ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും സഹാബത്തിനും ഹദിയ എന്ന പേര് പറഞ്ഞുകൊണ്ട് സൈനബ് എന്ന പേര് യഹൂദിയായിരിക്കുന്ന ഒരു സ്ത്രീ തരത്തിലൊന്നും വേണ്ട. പിന്നെ അവർ ഇസ്ലാമിൽ വിശ്വസിച്ച് മുഅ്മിനായിട്ട് തന്നെയാണ് മരണപ്പെട്ടത്. കൊല്ലപ്പെട്ടിട്ടുണ്ടോ ഇല്ലേ എന്ന അഭിപ്രായം, കൊല്ലപ്പെട്ടു എന്നതാണ് ശരി. അതുകൊണ്ട് ഇസ്ലാം ഓർത്തു പോകുന്നില്ല. ഏതായാലും അവര് വിഷത്തിൽ കൊടുത്ത് ആടി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഭക്ഷിക്കാനിരുന്നില്ല ബഹുമാനപ്പെട്ട സഹാബാക്കളിൽപ്പെട്ട ബിശ്ർ റളിയല്ലാഹു തആല അൻഹു ആ വിഷം കാരണം മരണപ്പെട്ടു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് സാധാരണ ആദ്യം ഭക്ഷിക്കാൻ തങ്ങൾ തുടങ്ങിയതിനു ശേഷം സാഹബത്താരും തുടങ്ങുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കഴിച്ചെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും സംഭവിച്ചില്ല. എങ്കിലും ഈ ആട്ടിന്റെ പുറകെ സംസാരിച്ചു, എന്നെ ഭക്ഷിക്കരുത്, ഇത് വിഷമുണ്ട് എന്ന കാര്യം. ഉടനെ ഈ ഹദിയ കൊടുത്തയച്ച സ്ത്രീയെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു, നീ ഈ ആട്ടുമാംസത്തിൽ വിഷം ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എന്താണ് നിങ്ങൾ അങ്ങനെ ചോദിക്കുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ആട്ടിന്റെ പുറകെ എന്നോട് പറയുന്നുണ്ട് ഇതിൽ വിഷം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ആ സ്ത്രീയുള്ള സത്യം തുറന്നു പറഞ്ഞു, അതെ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഞാൻ നിങ്ങളെ പരീക്ഷിക്കുകയും യഥാർത്ഥത്തിൽ അല്ലാഹുവിന്റെ റസൂലാണെങ്കിൽ നിങ്ങൾക്കതുകൊണ്ട് യാതൊരു വിഷവും വരില്ലെന്ന് എനിക്കറിയാം. യഥാർത്ഥത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ അല്ല എങ്കിൽ ലോകത്ത് വഞ്ചിക്കാൻ നടക്കുന്ന ഈ ഏർപ്പാട് ഇവിടെ വെച്ച് അവസാനിക്കട്ടെ എന്നും, അല്ലാഹുവിന്റെ റസൂൽ യഥാർത്ഥത്തിൽ റസൂലാണെങ്കിൽ നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല എന്നും എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ യഥാർത്ഥ റസൂലാണെന്ന് അറിയാൻ വേണ്ടി പരീക്ഷണാർത്ഥം ചെയ്തതാണ് എന്ന് പറയുകയും അവര് ഇതുകൊണ്ട് നിങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്നതുകൊണ്ട് തന്നെ നിങ്ങൾ ഹക്കായ റസൂലാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് അവിടെ വെച്ച് തന്നെ അവർ ഷഹാദത്ത് കലിമയിൽ ഇസ്ലാം സ്വീകരിച്ചു. പക്ഷേ ബിശ്ർ ബിൻ ബറാ റളിയല്ലാഹു തആല അൻഹു ഈ വിഷം കാരണം മരണപ്പെട്ടപ്പോൾ അവരുടെ കുടുംബക്കാർ ആവശ്യപ്പെട്ടതനുസരിച്ച് ഖിസാസ് എന്ന നിലക്ക് അവരെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ആട്ടെ, ഈ വിഷം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൽ പൂർണ്ണമായും ഏറ്റിരുന്നു. പക്ഷെ അതുകൊണ്ട് തൽക്കാലം ഒന്നും സംഭവിക്കാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി തങ്ങളുടെ മുഅ്ജിസത്ത് കൊണ്ട് സംരക്ഷിച്ചു. എന്നാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അന്ത്യം നേരത്തെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു ഷഹീദായാണ് മരണപ്പെട്ടത് പറഞ്ഞു. പാമ്പ് കടിച്ച പാമ്പിന്റെ വിഷം കൊണ്ട് അതും ഇതുപോലെ തന്നെയാണ്. ഹിജ്റ പോകുന്ന സമയത്ത് സൗർ ഗുഹയിൽ വെച്ച് കടിച്ച പാമ്പിന്റെ വിഷം ബഹുമാനപ്പെട്ട തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ഉമിനീർ വരട്ടിയപ്പോ അപ്പൊ തന്നെ സുഖമായി. പക്ഷേ സുഖമായെങ്കിലും വിഷം ഇറങ്ങുകയല്ല, വിഷം അടങ്ങുകയായിരുന്നു ചെയ്തിരുന്നത്. അത് പിന്നീട് മരണത്തിന്റെ അടുത്തെത്തിയപ്പോ പനി വന്നു. പനി ശക്തരായതോടുകൂടി വിഷത്തിന്റെ കഠിനമായ വേദനയും വിഷമവും അനുഭവപ്പെട്ടപ്പോൾ മഹദിയായിരിക്കുന്ന ആയിഷ റളിയല്ലാഹു തആലയെ വിളിച്ചുകൊണ്ട് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല പറയുന്നുണ്ട്, അന്ന് കടിച്ച പാമ്പിന്റെ വിഷം ഇപ്പോൾ എന്റെ ശരീരത്തിൽ മുഴുവൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ സിദ്ദീഖ് എന്ന പദവി ഉള്ളതോടുകൂടി തന്നെ ഷഹീദ് എന്ന പദവിയും കൂടി
സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല ലഭിക്കാൻ വേണ്ടി എന്നതുപോലെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ തിരുദൂതരായതോടുകൂടി തന്നെ ഷഹീദ് എന്ന പദവി കൂടി തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ആ അവസാന സമയത്ത് ഈ വിഷം വിളകാൻ തുടങ്ങി. ആ സമയത്ത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇന്നി ലഅജിദു അസ്സുമ്മല്ലദീ അസാബതനി മിൻ ഖൈബർ ഹാദാ അവാനുൻ ഖിതാഇ അബ്ഹുരി. ഖൈബറിൽ നിന്ന് ഭക്ഷിച്ച ആ ആട്ടുമാംസത്തിൽ ഉൾപ്പെട്ടിരുന്ന വിഷം എന്റെ ശരീരത്തെ വല്ലാതെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്റെ ആട്ടറ്റാക്ക് അഥവാ ഹൃദയത്തിലേക്കുള്ള പ്രധാനമായ രക്തക്കുഴൽ, ആ രക്തക്കുഴൽ പൊട്ടിക്കൊണ്ടുപോകാൻ വരുന്നു. അത് പൊട്ടാൻ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് ആ ഹാർട്ടിലേക്ക് രക്തം പമ്പ് ചെയ്യുന്ന പ്രധാനപ്പെട്ട 2 രക്തക്കുഴലുകളുണ്ട്. അത് പൊട്ടിക്കൊണ്ടാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തായത്. കാരണം കഠിനമായിരിക്കുന്ന വിഷത്തിന്റെ കാരണം കൊണ്ട് അങ്ങനെ ഷഹീദായിക്കൊണ്ടാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും വഫാത്തായിരിക്കുന്നത്. ഇത് നടക്കുമ്പോൾ ഇവിടെ സ്ത്രീകൾ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളും ബീവി ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു തആല അൻഹ അല്ലാതെ അടുത്തപ്പോഴും ഉണ്ടാവുന്ന അലി റളിയല്ലാഹു തആല അൻഹു സമ്മതം വാങ്ങി പുറത്തുപോയിരുന്നു. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു നബി തങ്ങൾക്ക് സമാധാനമാണ് ആശ്വാസമാണെന്ന് കണ്ട് അവരും പുറത്തുപോയിരുന്നു. അങ്ങനെ ബഹുമാനപ്പെട്ട തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കിടക്കാൻ വയ്യ. തിങ്ങി തിങ്ങി ശ്വാസം വരുന്നു. വേദന കൊണ്ട് സഹിക്കവയ്യാതെ പനിയുടെ ചൂടുകൊണ്ട് ചുറ്റുകൊള്ളുന്നു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. തൊട്ടടുത്തൊരു പാത്രത്തിൽ വെള്ളം വെച്ച് ആ പാത്രത്തിൽ കൈമുക്കിക്കൊണ്ട് അത് മുഖത്തിങ്ങനെ തടയും. എന്നിട്ട് പറയും, ഇന്നലിൽ മൗത്തി ലസക്കറാത്ത്, മരണത്തിന് അതികഠിനമായിരിക്കുന്ന വിഷമമുണ്ട് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞെങ്കിൽ പാവപ്പെട്ട എളിയവരായ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും പ്രിയപ്പെട്ടവരെ? എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ആ ഹബീബിന്റെ ദറജകൾ ഉയർത്താൻ വേണ്ടി. ഈ ദുനിയാ സഹാബത്ത് ചോദിച്ചു, ഹബീബായ നബിയെ, അങ്ങക്ക് എന്താണ് ഇത്രമാത്രം കഠിനമായ വിഷം, രോഗവും പനിയും ബുദ്ധിമുട്ടും വരുന്നത് എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അശദ്ദുന്നാസി ബലാഅൻ അൽ-അംബിയാ സുമ്മൽ അംസലു ഫൽ-അംസൽ, അല്ലാഹു ഏറ്റവും കഠിനമായ പരീക്ഷണ വിധേയരാക്കിയ അല്ലാഹുവിന്റെ അംബിയാക്കളെയാണ്. അവരോട് അടുത്ത സ്ഥാന പദവികളുള്ളവരെ അതിനനുസരിച്ച് അങ്ങനെ ഏറ്റവും കൂടുതൽ വിഷമം അനുഭവിച്ച നബി തങ്ങൾ മതിയായിരിക്കുന്ന ആയിഷ റളിയല്ലാഹു തആല പറയുന്നു, ഒരു മനുഷ്യന്റെ മരണരോഗത്തിന്റെ കാഠിന്യവും മരണസമയത്തുള്ള വിഷമവും ബുദ്ധിമുട്ടും കണ്ടിട്ട് ഒരാൾ മോശക്കാരനാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുഭവിച്ചതുപോലെയുള്ള ഒരു വിഷമവും രോഗവും മറ്റൊരാളും ലോകത്ത് അനുഭവിക്കുകയുണ്ടാവില്ല. അത്രയും കഠിനമായ വിഷമം അനുഭവിച്ചുകൊണ്ട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കാൻ വയ്യ. ആ കിടക്കാൻ വയ്യാതെ ശ്വാസം തിങ്ങി തിങ്ങി വരുന്നത് കണ്ടപ്പോൾ ആയിഷ റളിയല്ലാഹു തആല നബി തങ്ങളെ ചാരിയിരുത്തി അവിടുത്തെ മാറിടത്തിലേക്ക് നെഞ്ഞിലേക്ക് ചാരിക്കിടത്തി. എന്നിട്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ മന്ത്രിച്ചുകൊണ്ട് അവര് നബി തങ്ങളുടെ കയ്യിൽ മന്ത്രിച്ചുകൊണ്ട് തടയുക. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൈ തട്ടി മാറ്റി. അതുകൊണ്ട് രോഗശമനം ഒരിക്കലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല, അവിടെ നിന്ന് ആഗ്രഹിക്കുന്നില്ല. മറിച്ച് അതിന്റെ ഇടയ്ക്കൊരു ബോധക്ഷയം വന്നു. ആ ബോധക്ഷയം വന്നപ്പോ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, നേരത്തെ ഇമാം ബുഖാരി വായിക്കുന്ന ഹദീസിൽ കാണാം, നേരത്തെ തന്നെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അല്ലാഹുവിന്റെ അംബിയാ മുർസലുകൾ സാധാരണ മനുഷ്യരല്ലാത്തത് കൊണ്ട് അവരുടെ ജീവിതവും മരണവും അസാധാരണം തന്നെയാണ്. അല്ലാഹുവിന്റെ അംബിയാക്കന്മാർ മരിക്കുന്നതിന് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രത്യേകമായ അബോധാവസ്ഥ കൊടുത്തുകൊണ്ട് അവർക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ട സ്വർഗവും സ്വർഗീയമായിരിക്കുന്ന സുഖ സൗകര്യങ്ങളും നേരിൽ അവർക്ക് കാണിച്ചു കൊടുക്കും. സാധാരണക്കാർക്ക് ഫോട്ടാണ് കാണിച്ചു കൊടുക്കുന്നത്, അതേ സമയത്ത് ഒറിജിനൽ സ്വർഗം തന്നെ അവർക്ക് നേരിൽ കാണിച്ചു കൊടുക്കും. അത് കാണിച്ചു കൊടുത്തിട്ട് അല്ലാഹുവിന്റെ അമ്പിയാക്കളോട് അല്ലാഹു തആല ഖിയാർ കൊടുക്കും. നിങ്ങൾ ഈ ദുനിയാവിൽ ഉമ്മത്തിന്റെയും കുടുംബത്തിന്റെയും കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന അത്രയും കാലം നിങ്ങൾക്ക് ജീവിക്കാം. അല്ല, ഈ സുഖലോക സ്വർഗത്തിൽ നിങ്ങൾക്ക് ഒരുക്കി തയ്യാറാക്കപ്പെട്ടതായ ഈ സൗകര്യത്തിലേക്ക് അല്ലാഹുവിന്റെ സാമീപ്യത്തിലേക്ക് നിങ്ങൾ വരാൻ ആഗ്രഹിക്കുന്നു എന്ന് ഖിയാർ കൊടുക്കും.
എന്നിട്ട് ഞാൻ മരണത്തെ തീരുമാനിക്കുന്നു എന്ന് ഖിയാർ തീരുമാനിച്ചെങ്കിലല്ലാതെ ഒരൊറ്റ നബിയുടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പിടിക്കുകയില്ല എന്ന് നേരത്തെ വിഹിതങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് ആയിഷ റളിയല്ലാഹു തആല പറയാം. അതിന്റെ ഇടയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചെറിയൊരു ബോധക്ഷയം വന്നു. ഈ ബോധക്ഷയത്തിൽ നിന്നിട്ട് ഇങ്ങനെ ഉണർന്നു വരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈ ഉയർത്തിക്കൊണ്ട് പറയുന്നു, അല്ലാഹുമ്മ അർ-റഫീഖുൽ അലാ, അല്ലാഹുമ്മ അർ-റഫീഖുൽ അലാ, അല്ലാഹുമ്മ അർ-റഫീഖുൽ അലാ. അവസാനത്തെ വാക്കാണ് 3 പ്രാവശ്യം അല്ലാഹുമ്മ അർ-റഫീഖുൽ അലാ പറഞ്ഞതോടുകൂടി തങ്ങളുടെ കൈ താഴെ വീണുപോയി. അവസാനം ഇത് കേട്ട ആയിഷ റളിയല്ലാഹു തആല പറയുന്നല്ലാ ഖിയാറിന് വേണ്ടിയിട്ടുള്ള ബോധക്ഷയമായിരുന്നു. സ്വർഗവും അല്ലാഹു അവിടത്തേക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന എല്ലാ സുഖസൗകര്യങ്ങളും കാണിച്ചു കൊടുത്തുകൊണ്ട് ഖിയാർ കൊടുത്തു. ഇനി എന്ത് വേണമെന്ന് തീരുമാനിക്കാനുള്ള അനുമതി കൊടുത്തപ്പോൾ ഇനി ഒരിക്കലും നബി തങ്ങൾ നമ്മളെ തെരഞ്ഞെടുക്കില്ല എന്ന് പറയുകയും നബി തങ്ങൾ പറഞ്ഞു, അല്ലാഹുമ്മ റഫീഖുൽ അലാ, റഫീഖുൽ അലാ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സാമീപ്യത്തിൽ, അല്ലാഹുവിന്റെ മുഖറബുകളായ മലായികത്തിന്റെയും അമ്പിയാക്കളുടെയും സാമീപ്യത്തിൽ ആ റഫീഖുൽ അലാ എന്ന് പറയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തിരുസാമീപ്യം ഞാൻ തിരഞ്ഞെടുക്കുന്നു എന്ന് പറയലോടുകൂടി ഈ ലോകത്തിൽ നിന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തല കൊഴിഞ്ഞു. ആയിഷ റളിയല്ലാഹു തആലയുടെ മാറിടത്തിലേക്ക് അവിടുത്തെ മുഖം വരികയും വായിൽ നിന്നും ഒരു തണുത്ത ദ്രാവകം അവിടുത്തെ മാറിടത്തിലേക്ക് ഉറ്റുകയും ചെയ്തു. അതോടുകൂടി വീടൊന്നിച്ച് എന്തെന്നില്ലാത്തൊരു പ്രത്യേകമായ സുഗന്ധം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതോടുകൂടി ഈ ലോകത്തിൽ നിന്നുള്ള അന്ത്യയാത്രയായിരുന്നു. പക്ഷേ ആയിഷ റളിയല്ലാഹു തആല പറയാൻ, ഞാനൊരു കുട്ടി 18 വയസ്സാണെന്ന് ആയിഷ ബീവിക്ക്, ഞാൻ മറ്റൊരാളുടെ മരണത്തിൽ നേരിട്ട് സന്നിധി ആയിട്ടില്ല, കണ്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ എനിക്കൊന്നും അറിയില്ല. ഈ ഒരു അവസ്ഥ കണ്ട് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എന്റെ മടിയിൽ നിന്ന് മാറ്റി തലേണിയിൽ വെച്ച് ബാക്കി സ്ത്രീകളൊക്കെ കൂട്ടത്തിൽ കരയാൻ തുടങ്ങിയപ്പോ ഞാനും കരയാൻ തുടങ്ങി. എന്തായെന്നറിയുന്നില്ല. ആ സമയത്ത് കൂട്ടത്തിൽ പക്വതയും കുറച്ച് പ്രായവും ഒക്കെ ഉള്ള ബഹുമാനപ്പെട്ട ഉമ്മു സലമ റളിയല്ലാഹു തആല ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നെഞ്ഞത്ത് ഇങ്ങനെ കൈവച്ച് നോക്കി. നെഞ്ഞത്ത് കൈവച്ച് നോക്കിയപ്പോൾ അവർക്ക് മനസ്സിലായി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി. ആ വഫാത്തായി എന്ന് മഹദി അവർ പറഞ്ഞതോടുകൂടി കൂട്ടത്തിൽ കരച്ചിലായി ഉമ്മത്തുൽ മുഅ്മിനീങ്ങൾ. നബി തങ്ങളുടെ അത്ഭുതം തോന്നണം. ഈ ഉമ്മു സലമ റളിയല്ലാഹു തആല പറയാണ്, നബി തങ്ങളുടെ നെഞ്ഞിൽ വെച്ച ഈ കൈ പുറത്തെടുത്തിട്ട് ആഴ്ചകളോളം 5 വക്തിലും വുളു എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൈ കഴുകാറുണ്ട്, അതിന്റെ പുറമെ ഭക്ഷണം കഴിച്ചിട്ട് കൈ കഴുകാറുണ്ട്, ഒക്കെ ആയിട്ടും ആഴ്ചകളോളം അടിച്ചു വീശുന്നതായ ഈ കസ്തൂരിയുടെ സുഗന്ധം എന്റെ ഈ കയ്യിൽ നിലനിന്നിരുന്നു. ഹബീബിന്റെ നെഞ്ഞിൽ വെറുതെ മരിച്ച സമയത്തൊന്ന് കൈവച്ചതുകൊണ്ട് ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ മാറിടത്തിൽ കടന്നുകൊണ്ട് ഈ ലോകത്തിൽ നന്ദിയാത്ര പറഞ്ഞു. ഇതോടുകൂടി കുറച്ചാളുകൾ പറഞ്ഞു ബോധക്കേടാണ്, അല്ല കുറെ ആളുകൾ പറഞ്ഞു അല്ല മരണപ്പെട്ടതാണ്. ഇങ്ങനെ വിവരങ്ങൾ കേട്ടോട് പള്ളിയിൽ നിന്ന് ഓടി വരാൻ തുടങ്ങി, പരിസരത്ത് നിന്ന് ഓടി വരാൻ തുടങ്ങി. അങ്ങനെ ബഹുമാനപ്പെട്ട മുഗീറത്ത് ഇബ്നു ശുഅബ റളിയല്ലാഹു തആല അൻഹും മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹും വന്നു. അങ്ങനെ അവർ പെണ്ണുങ്ങൾ മാറി നിന്ന് വീട്ടിന്റെ മറ മാറ്റി കൊടുത്തു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിൽ വന്ന് നോക്കുമ്പോൾ രണ്ടാളും നോക്കി. തിരിച്ചിറങ്ങുമ്പോൾ വാതിൽക്കലെത്തിയപ്പം മുഗീറത്ത് ഇബ്നു ശുഅബ റളിയല്ലാഹു തആല അൻഹു മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവോട് പറഞ്ഞു, ഉമർ തുഫിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യയാത്രയായി. പക്ഷേ അത് ഉൾക്കൊള്ളാൻ ഉമറുൽ ഫാറൂഖിന് സാധിച്ചില്ല. വല്ലാഹി ഇന്നഹു لا يميت رسول الله صلى الله عليه وسلم حتى تقطع أيدي وأرجل رجال من المنافقين في المدينة. മദീനയിലുള്ള കപ്പറന്മാരുണ്ട്, അവന്റെ കൈയും കാലും മുറിക്കാൻ അല്ലാഹു കൽപ്പിച്ചു. അത് കഴിഞ്ഞിട്ടല്ലാതെ അല്ലാഹുവിന്റെ റസൂൽ എന്തായാലും കൽപ്പിക്കില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊരു പ്രത്യേകമായ അവസ്ഥയാണ്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം റഹ്മാനായ റബ്ബിന്റെ മുനാജാത്തിന് വേണ്ടി 40 ദിവസം ജനങ്ങളിൽ നിന്ന് വിട്ടുനിന്നത് പോലെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനങ്ങളിൽ നിന്ന് വിട്ടുന്നതാണ്. അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരിച്ചെന്നോ അങ്ങനെ പറയാ മേലിൽ വേണ്ടി പോകരുത്. ആരെങ്കിലും അത് പറയുന്നത് കേട്ടാൽ അവന്റെ തലയാൻ മുറിച്ചെടുക്കും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരിച്ചിട്ടില്ല. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു താങ്ങാനായില്ല ഷോക്ക്. അതേ സമയത്ത് കുറെ കൂടി അത്ര തന്നെ അടുപ്പമില്ലാത്തത് കൊണ്ടായിരിക്കാം മഹാനായ മുഗീറത്ത് ഇബ്നു ശുഅബ റളിയല്ലാഹു തആല ശരിക്കും ബോധ്യപ്പെട്ടു വഫാത്തായി. പക്ഷെ സഹാബാക്കളുടെ തർക്കായി
പലരും പറയുന്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം, മറ്റു ചിലർ പറയുന്നു എന്താന്ന് പറയാൻ കഴിയില്ല, ബോധം കെട്ടതാണോ അതല്ല മരണപ്പെട്ടതാണോ. പലരും വരുന്നു, നോക്കുന്നു, പോകുന്നു, വ്യത്യസ്ത അഭിപ്രായങ്ങൾ. ഏതായാലും പള്ളിയിലും പരിസരത്തും ആളുകൾ നിറഞ്ഞ് കൂട്ടക്കരച്ചിലാണ്. കുറെ ആളുകൾക്ക് കരയാനും വയ്യ, അങ്ങനെ അന്താളിച്ച് നിശബ്ദരായി നിന്ന് പോകാൻ. ഈ ഷോക്ക് താങ്ങാൻ കഴിയാതെ എന്താണ് സംഭവിച്ചത് എന്ന് പോലും അറിയാം. ഉടനെ ബഹുമാനപ്പെട്ട തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖാദിമീങ്ങളിൽപ്പെട്ട ഒരു ഖാദിമിനെ വിളിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, സുനൻഹ എന്ന് പറയുന്ന മലേ മദീനയിലാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉള്ളത്, അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടുവരാൻ പറഞ്ഞു. ഉടനെ ഓടിച്ചെന്ന് എത്രയും പെട്ടെന്ന് ചെന്ന് സുനിൽ ചെന്നിട്ട് ആയിഷ വിളിച്ചിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് എന്തോ സംഭവിച്ചിരിക്കുന്നു. ഇത് കേട്ടപ്പോ തന്നെ സഹാബാക്കളിൽ ഏറ്റവും കൂടുതൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖലീൽ എന്ന് പറയാൻ പറ്റുന്ന ഒരൊറ്റൊരു മനുഷ്യനുള്ള സിദ്ദീഖ് റളിയല്ലാഹു തആല പെട്ടെന്ന് എന്താണ് സംഭവിച്ചതെന്നറിയാതെ സുഖമുള്ള മനുഷ്യൻ ആശ്വാസം കണ്ട് സുഖം കണ്ടതുകൊണ്ട് സമ്മതം വാങ്ങി പോകുന്നതാണല്ലോ, മണിക്കൂറുകളായിട്ടുള്ളൂ, എന്ത് സംഭവിച്ചു? ഏതായാലും അവിടുന്ന് ഓടുകയായിരുന്നു സിദ്ദീഖ് റളിയല്ലാഹു തആല. ഒന്ന് നോക്കുമ്പോൾ പള്ളിയിലും പരിസരത്തിലും നിറയെ ആളുകൾ കരയുന്നവരുണ്ട്, ഒന്നും അറിയാതെ നെട്ടേരിക്കുന്നവരുണ്ട്. അതിന്റെ ഇടയ്ക്ക് ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല മാത്രം ഇങ്ങനെ ഹാലടങ്ങിയിട്ട് ഒരു വാള കൂരി പിടിച്ചിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്, ഒച്ചം വിളിയായിട്ട്. ആരെങ്കിലും മൃതങ്ങൾ മരിച്ചു എന്ന് പറഞ്ഞാൽ കൊന്നുകളിൽ ഞാൻ അവനെ നീണ്ടിപ്പോകരുത് വിടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒച്ചം വിളിയായിട്ട് ഒരു ഹാര് പറഞ്ഞിട്ട് ഖബലാണെന്ന്. ബുദ്ധിയുടെ സമനില തെറ്റിപ്പോയി, ആ ഷോക്ക് താങ്ങാൻ കഴിയാതെ. സലാം അലൈക്കും യാ റസൂൽ, സലാം അലൈക്കും യാ ഹബീബ്, സലാം അലൈക്കും സ്വലവാത്തുല്ലാഹ് അലൈക്കും. അസ്റഖൽ ബദ്റു അലൈന ഫതഫാത് മിൽഹുൽ ബുദൂറു മിസ്ല ഹുസ്നിക മറൈന ഫതുയാ വജ്ഹു സുറൂരി. ഹബീബായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിലേക്ക് ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വാ ഹബീബ വാ ഖലീലാ എന്ന സങ്കടത്തോടുകൂടി എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, എന്റെ ആത്മമിത്രം എന്നെ വിട്ടുപിരിഞ്ഞോ എന്നുള്ള വെപ്രാളത്തോടുകൂടി ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു തആല നേരിൽ കയറിച്ചെല്ലുന്നു. കയറിച്ചെന്ന് നോക്കുമ്പോ തുണി കൊണ്ട് ശരിക്കും മൂടി വെച്ചിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു തആല മുഖത്തിൽ നിന്നിട്ടും തുണി മാറ്റി ഒറ്റ നോട്ടം കണ്ടപ്പോഴേക്ക് തന്നെ ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഉറപ്പായി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി. ഉടനെ കണ്ണീരോടുകൂടി ആ നെറ്റിയിലേക്ക് കുനിഞ്ഞ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട നെറ്റിയിലും അവിടുത്തെ രണ്ട് കവിളുകളിൽ മാറി മാറി ഉമ്മ വെച്ച് ചുംബിച്ച് ആ ഹബീബിന്റെ മുഖത്തേക്ക് സിദ്ദീഖ് റളിയല്ലാഹു തആലയുടെ ചുടു കണ്ണുനീര് ധാരധാരയായി. പക്ഷേ ശബ്ദത്തെ അവർ നിയന്ത്രിച്ചു, അവരുടെ മനസ്സിനെ അവർ നിയന്ത്രിച്ചു നിർത്തി. അങ്ങനെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സങ്കടപ്പെട്ടുകൊണ്ട് പറയുന്നു, ഹബീബായ നബിയെ, അങ്ങേക്ക് അല്ലാഹു കണക്കാക്കിയ മരണം അതവിടെ മരണപ്പെട്ടു കഴിഞ്ഞു. രണ്ട് മരണം തങ്ങൾക്കൊരിക്കലും വരില്ല. മാത്രമല്ല ഈ പാവപ്പെട്ട ഉമ്മത്തുകളെ അനാഥമാക്കിക്കൊണ്ടാണ് യാത്ര പോയത്. ഈ ഉമ്മത്തിന്റെ കാര്യം അവിടെ നിന്ന് വിട്ടുപോകരുത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ നേരെ വിളിച്ചുകൊണ്ട് പറയാണ്, ഹബീബായ നബിയെ, ഈ ഉമ്മത്തിന്റെ കാര്യം അങ്ങ് വിട്ടുപോകരുത്. പാവപ്പെട്ട ഈ ഉമ്മത്തിന്റെ കാര്യത്തിൽ എപ്പോഴും അങ്ങ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. ഞങ്ങൾ അനാഥരാണ്, ഞങ്ങൾക്ക് ആരും ഇല്ല, അങ്ങയുടെ ശ്രദ്ധയല്ലാതെ ഞങ്ങൾക്ക് മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞ് വീണ്ടും മുഖം മൂടിക്കൊണ്ട് തിരിച്ചു വരുന്നു. മറ്റാരെക്കാളും ഏറ്റവും കൂടുതൽ ഷോക്കേൽക്കേണ്ട ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു തആല ഷോക്കേറ്റെങ്കിലും അവിടുത്തെ അനിതര സാധാരണമായ ധീരത കൊണ്ട് അവിടുത്തെ ശരീരത്തെ നിയന്ത്രിച്ചു നിർത്താൻ കഴിഞ്ഞു. സഹാബാക്കൾക്ക് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ളവർക്ക് മുഴുവനും സമനില തെറ്റിയപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു തആല ഉറച്ചു നിന്നു. ഇറങ്ങി വന്നിട്ട് ബഹുമാനപ്പെട്ട സഹാബാക്കൾ കൂടി നിന്ന് കരയുന്നവരുണ്ട്, മിണ്ടാതെ നിശബ്ദരായി എന്താണ് സംഭവിച്ചെന്നറിയാതെ ഇടിയുറ്റിയതുപോലെ നിൽക്കുന്നവരുണ്ട്. അതിന്റെ അടുത്ത് ഉമർ റളിയല്ലാഹു തആല അടങ്ങിയിരിക്കണം, ശ്രദ്ധിച്ചില്ല. വീണ്ടും പറഞ്ഞു ഇരിയോടെ ശ്രദ്ധിച്ചില്ല. അപ്പോഴൊന്ന് അവിടുത്തെ എവിടെയോ ലോകത്തുള്ളത് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മനസ്സിലായി, ഇപ്പോൾ ഉമറിനോടൊന്നും പറഞ്ഞാൽ നടക്കൂല, ഹാല് വേറെ എന്തുവാണ്, അവരെ ശ്രദ്ധിച്ചിട്ട് കാര്യമില്ല. ഉടനെ നേരെ ചെന്ന് മെമ്പറിൽ കയറി സലാം ചൊല്ലിയിട്ട് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല ഒരു ചെറിയ ഹ്രസ്വ പ്രഭാഷണം നടത്തി.
ആ പ്രഭാഷണത്തിൽ അവിടുന്ന് ആമുഖം പറഞ്ഞതിന് ശേഷം പറയുകയാണ്, നമ്മൾ തുടക്കത്തിൽ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റസുൽ അഫഇൻ മാത ഔ ഖുതില ഖലബതും അലാ അഖാബികും വമൻ യൻഖലിബ് അലാ അഖബൈഹി ഫലൻ യദുറല്ലാഹ ശൈഅ വസയജ്സില്ലാഹു ശാകിരീൻ. ഉഹദ് സംഭവത്തിൽ ഇറങ്ങിയ ആയത്താണത്. ഉഹദ് യുദ്ധം നടക്കുന്ന സമയത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊല്ലപ്പെട്ടു എന്നൊരു കിംവദന്തി പറഞ്ഞപ്പോ സഹാബത്ത് മുഴുവൻ അന്താളിച്ച് പിന്തിരിഞ്ഞോടി. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ, കാരണം അവർക്ക് താങ്ങാൻ കഴിയുന്നതായിരുന്നില്ല. ഈ സമയത്ത് അവരെ ഉണർത്തിക്കൊണ്ട് അല്ലാഹു തആല പറയുന്നു, മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റസുൽ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകന്മാരിൽപ്പെട്ട ഒരു പ്രവാചകനാണ്, അതൊന്നും അല്ല. മുമ്പ് ഒരുപാട് അമ്പിയാ റസൂലുകളോട് കഴിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വാഭാവികമായ മരണം പ്രാപിക്കുകയോ ഔ ഖുതില ഒരു വേള ശത്രുക്കളുടെ കരങ്ങളാൽ യുദ്ധവേളകളിൽ കൊല്ലപ്പെടുകയോ ചെയ്താൽ ഇൻഖലബതും അലാ അഖാബികും, നിങ്ങൾ പിന്തിരിഞ്ഞോടുന്നത് എന്തിനാണ്? ഇതൊക്കെ സംഭവിക്കാം. ചിലപ്പോൾ കൊല്ലപ്പെട്ടെന്ന് വരാം, സ്വാഭാവിക മരണം സംഭവിച്ചെന്ന് വരാം. നിങ്ങൾ എന്തിനാണ് പിന്തിരിഞ്ഞോടുന്നത്? ആര് പിന്തിരിഞ്ഞോടിയാലും അള്ളാഹുക്കും അള്ളാന്റെ ദീനിനും ഇവിടെ ഒന്നും സംഭവിക്കാനില്ല. മറിച്ച് ഉറച്ചു നിന്ന് അള്ളാഹുന്റെ മാർഗത്തിൽ മുന്നേറിയാൽ അള്ളാഹുവിന്റെ നാമത്തിൽ ശുക്ർ ചെയ്യുന്നവർക്ക് അർഹമായ പ്രതിഫലം. ഈ ആയത്ത് അന്നും ഹജ്ജ് സംഭവത്തിൽ ഇറങ്ങിയ ആയത്ത കൊല്ലങ്ങൾ എത്ര കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ കാര്യമൊക്കെ ഈ ഷോക്ക് കൊണ്ട് അവർ മറന്നുപോയി. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല ഈ ആയത്ത് അങ്ങോട്ട് ഓതിയതോടുകൂടി സഹാബത്ത് മുഴുവനും ഇപ്പോ ആകാശത്ത് നിന്ന് അല്ലാഹു തആല ഇറക്കിയ ആയത്താണെന്നതുപോലെ ഈ ഖുർആന്റെ ആയത്തോട് കേട്ടപ്പോൾ ഹാലടങ്ങി വാളും പിടിച്ചു നിൽക്കുന്ന ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വെട്ടിയിട്ട മരം കണക്കെ നിന്ന് കൊണ്ടുപോയി. എന്തുകൊണ്ട് മരണം എന്ന സത്യം സംഭവിച്ചു കഴിഞ്ഞു എന്നുള്ള യാഥാർത്ഥ്യം ഖുർആനിലൂടെ പ്രഖ്യാപിച്ചപ്പോൾ നിഷേധിക്കാൻ നിർത്തിയില്ല. പക്ഷേ അത് താങ്ങാൻ കഴിയാതെ താഴ്ന്ന് താഴെ വീണുപോയി. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു നിശബ്ദനായി മിണ്ടാൻ വയ്യാതായി. അലി റളിയല്ലാഹു തആല അൻഹു ആരന്റെ കീഴ്പ്പെട്ട് തളർന്നുപോയി. ഇരുന്നോർത്ത് നിൽക്കാൻ വയ്യ. ഈ നിലക്ക് ബഹുമാനപ്പെട്ട സഹാബ കിറാമുകൾ മുഴുവനും വിഷമിച്ചപ്പോൾ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു അവരെ സമാധാനിപ്പിച്ച് ആശ്വസിപ്പിച്ച് കാര്യങ്ങൾ. അതിന്റെ ഇടയ്ക്ക് വലിയൊരു പ്രശ്നം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായതോടുകൂടി ഈ ലോകത്ത് വഹ്യ് മുറിഞ്ഞു എന്നത് മാത്രമല്ല പ്രശ്നം. ഈ ലോകത്തെ ഏറ്റവും പരിഷ്കൃതവും ശാസ്ത്രീയവുമായ ഒരു രാഷ്ട്രത്തിന്റെ ഭരണാധികാരി കൂടിയായിരുന്നു തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അനന്തരം എന്ത് ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ ഒരു നിർദ്ദേശം നേരത്തെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്തിട്ടില്ല. പക്ഷേ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകാൻ ആവശ്യമായ സൂചനകളൊക്കെ നേരത്തെ നൽകിയിരുന്നു. വ്യക്തമായ ഒരു നിർദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിരുന്നില്ല. ഇതുകൊണ്ട് തന്നെ സഹാബാക്കൾ അവരെ സംബന്ധിച്ച് ഏറ്റവും വലിയ എന്നല്ല മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രശ്നം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി കഴിഞ്ഞു. ഇനി അവിടത്തെ ശേഷക്രിയകൾ നിർവഹിക്കണം, മാന്യമായി പരലോകത്തിലേക്ക് അവിടുത്തെ യാത്രയാക്കണം. പക്ഷേ അതിനേക്കാൾ മർമ്മമായ മറ്റൊരു ഭാഗമാണ് ഈ ഉമ്മത്തിന് അനാഥമാണ്. ഈ സമൂഹം, ഈ സമുദായം ഇന്ന് നാഥനില്ലാത്ത അവസ്ഥയാണ്. അനാഥമായ അവസ്ഥയിൽ ഈ ലോകത്തെ ഒരു നിമിഷം വിട്ടേക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് മുസ്ലിം രാഷ്ട്രവും മുസ്ലിം ഉമ്മത്ത് അതിനൊരു ഇമാമില്ലാതെ ഒരു സെക്കൻഡ് സമയം മുന്നോട്ട് പോയിക്കൂടാ. അതുകൊണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശേഷക്രിയ നടത്തുന്നതിനേക്കാളും പ്രാധാന്യം ഇതിനാണെന്ന് അവർ മനസ്സിലാക്കുകയും അതനുസരിച്ച് ബഹുമാനപ്പെട്ട സഹാബാത്തിൽ അഹിൽബൈത്തിൽപ്പെട്ട ചില ആളുകളൊക്കെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അരികെ കൂടുകയും അവർ ചില കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ അൻസാരികളാണ് വിഷയത്തിന്റെ ഗൗരവം കൂടുതൽ മനസ്സിലാക്കിയത്. അങ്ങനെ അവർ സഖീഫ് ഗോത്രക്കാരുടെ ഒരു പന്തലിൽ പിന്നെ അവിടെ ജീവിച്ചിരിക്കുന്ന നേതാവ് മഹാനായ സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു തആല അൻഹുവിന്റെ നേതൃത്വത്തിൽ സഖീഫ് ഗോത്രക്കാരുടെ പന്തലിൽ ഒരുമിച്ചുകൂടി അവർ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നതിന് മുമ്പ് ഈ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ നമുക്കിനി മേലിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല, ഈ സമൂഹത്തിന്റെ മുന്നോട്ടുള്ള ഗമനം സുഗമമായിരിക്കില്ല എന്നവരെ തീരുമാനിക്കുകയും ഏകദേശം ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു തആല അൻഹുവിനെ ഖലീഫയായി തെരഞ്ഞെടുക്കേണ്ടതിലേക്ക് നീക്കങ്ങൾ നടത്തുകയും ചെയ്യുന്നു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ അവസ്ഥ ഇങ്ങനെയായിരിക്കുമ്പോ എന്ത് ചെയ്യണം എന്നറിയാതെ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു പള്ളിയിലുണ്ട്. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഇപ്പോഴൊക്കെ സമനില വന്നു കഴിഞ്ഞു. മഹാനവറുകളും കൂടെയുണ്ട്. ബഹുമാനപ്പെട്ട അമീനുൽ ഉമ്മത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട അബൂ ബക്കർ റളിയല്ലാഹു തആല അൻഹു സ്ഥലത്തുണ്ട്. ഇവർക്ക് ദൂരം കിട്ടി. ഇങ്ങനെ പ്രശ്നം നടക്കുന്നുണ്ട്. സഖീഫ ഗോത്രക്കാരുടെ ബനൂ സഖീഫയിൽ
അൻസാരികളെല്ലാം ഒരുമിച്ചുകൂടി ഭാവിയെ സംബന്ധിച്ച് ആലോചിക്കാൻ തീരുമാനിക്കാൻ വേണ്ടി ആളുകൾ കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ സമുദായത്തിന്റെ ഐക്യവും പുരോഗതിയും ലക്ഷ്യം വെക്കുന്നുണ്ടെങ്കിൽ ഉടനെ അവിടെ എത്തി പ്രശ്നത്തിന് പരിഹാരം കാണണം എന്ന് പറഞ്ഞപ്പോ ഈ 3 മഹാന്മാരും കൂടി പുറപ്പെട്ടു. ഹാജിറുകൾ 3 പേര് മാത്രമേ പുറപ്പെട്ടുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വേർപാടിലുള്ള ദുഃഖം കൊണ്ട് അവർക്ക് അങ്ങും ഇങ്ങും തിരിയാൻ പറ്റാത്തൊരവസ്ഥ. അങ്ങനെ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു, ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു തങ്ങളും മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹും കൂടി ഈ പന്തലിന്റെ അടുത്തെത്തുമ്പോഴേക്ക് അവിടെ ചർച്ചകൾ ഏകദേശം പൂർത്തിയായ അവസ്ഥയാണ്. ആ സമയത്ത് കയറിച്ചെന്ന് സലാം പറഞ്ഞ് കയറിയ വളരെ മാന്യമായി സ്വീകരിച്ചിരുത്തി അവര് ഇതുവരെ നടന്ന ചർച്ചയുടെ ചുരുക്കം അവർ പറയുകയും കാര്യങ്ങളുടെ ഗൗരവം മഹാന്മാരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തപ്പോ ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാര്യം പറഞ്ഞാൽ അത്ര വേണ്ടതുപോലെ ഗൗരവത്തിലാവില്ല എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ തന്നെ പറയേണ്ടതായ കാര്യങ്ങളൊക്കെ നേരത്തെ ചിട്ടപ്പെടുത്തി കൃത്യമായും ചില വിഷയത്തിന്റെ ഗൗരവവും കാര്യത്തിന്റെ യാഥാർത്ഥ്യമൊക്കെ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ വേണ്ടി ഉദ്ദേശിച്ചു. അങ്ങനെ ഞാൻ പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിൽക്കാൻ ശ്രമിച്ചപ്പോ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു സമ്മതിച്ചില്ല. അലാരിച്ചിരിക്കയാണ് പറഞ്ഞത് അവിടെ ഇരിക്കുക. കാരണം എന്തുകൊണ്ട് ഇതൊരു പ്രക്ഷുബ്ധമായ അന്തരീക്ഷം കൂടിയാണ്. ഈ പ്രക്ഷുബ്ധമായ അന്തരീക്ഷത്തിൽ സംസാരിക്കുമ്പോൾ ഓരോ വാക്കും ശ്രദ്ധിച്ചില്ല എങ്കിൽ വലിയ സ്ഫോടനത്തിൽ തന്നെ അത് കാരണമായെന്ന് വരും. റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രകൃതവും പൊതുവെ അങ്ങനെയാണല്ലോ. കണ്ടത് വെട്ടി തുറന്ന് പറയാൻ ഭവിഷ്യത്തിൽ എന്തും വരട്ടെ എന്നതാണ്. ഇവിടെ അതല്ല സാഹചര്യം. ഈ ശോകമുഖമായ അന്തരീക്ഷത്തിൽ ജനങ്ങളുടെ വികാരം വളക്കാതെ മാന്യമായി കാര്യം ബോധ്യപ്പെടുത്തി പ്രശ്നത്തിന് പരിഹാരം കാണുകയാണ്. അതിന് ഉമർ റളിയല്ലാഹു അൻഹു ഇപ്പോഴത്തെ സംസാരം പറ്റില്ല എന്ന് മനസ്സിലാക്കാൻ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു സംസാരിക്കാൻ അയച്ചില്ല. ഇരുത്തി സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നല്ലൊരു പ്രഭാഷണം ഉമർ റളിയല്ലാഹു തആല പറയാൻ ഞാൻ മണിക്കൂറുകളായി രൂപപ്പെടുത്തി ചിട്ടപ്പെടുത്തി പറയാൻ വേണ്ടി വെച്ച എല്ലാ മർമ്മപ്രധാനമായ എല്ലാ കാര്യങ്ങളും ഒറ്റയടിക്ക് യാതൊരു മുന്നൊരുക്കവുമില്ലാതെ എഴുന്നേറ്റ് നിന്ന് ഒറ്റയടിക്ക് പറഞ്ഞപ്പോൾ തന്നെ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പറച്ചിൽ ഒന്നും വിടാതെ കാര്യങ്ങളുടെ മുഴുവൻ വശങ്ങളും തുടർന്ന് പറഞ്ഞു. അവസാനം പറഞ്ഞു കാര്യം ഇങ്ങനെയാണ്, ഖുറൈശികളല്ലാത്ത ഭരണകൂടം അറബി ലോകം അംഗീകരിക്കില്ല. അതുകൊണ്ട് മുസ്ലിം ഉമ്മത്തിന്റെ നന്മയാണ് നിങ്ങൾ ലക്ഷ്യമെങ്കിൽ ഖുറൈശികളിൽപ്പെട്ട നബിതങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഖുറൈശികളിൽപ്പെട്ട യോഗ്യനായ ഒരാളെ ഖലീഫയായി തിരഞ്ഞെടുക്കണം. അതിന് എന്തുകൊണ്ടും യോഗ്യരായ 2 ആളുകളാണ് എന്റെ ഇടത്തും വലതും വശത്തായിട്ട് ഉമറുൽ ഫാറൂഖും ഇപ്പുറത്ത് അബൂ ഉബൈദത്തും. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ നിങ്ങൾക്ക് ബൈഅത്ത് ചെയ്യാം എന്ന് പറഞ്ഞ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അതുവരെ പറഞ്ഞതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട അതെനിക്ക് ഒറ്റപ്പൊടി ചെയ്യുകയില്ല. എന്താണ് അങ്ങനെ ഇവിടെ ചൊർക്ക് പറയുന്ന സമയം. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല ജീവിച്ചിരിക്കുമ്പോൾ മുസ്ലിം ഉമ്മത്തിൽ അല്ലാഹുവിന്റെ റസൂലിനെ കഴിച്ചാൽ ചില മുസ്ലിം ഉമ്മത്തിൽ വേറൊരാൾക്ക് സിദ്ദീഖ് ഇമാമ നോക്കാൻ യോഗ്യതയുള്ളവരാരും ലോകത്തില്ല. ഈ സിദ്ദീഖ് ഉണ്ടാവുക പിന്നെന്തിനാണ് ചൊർക്ക് പറയുന്നത്? ഇതുവരെ പറഞ്ഞ സത്യം പറഞ്ഞതുപോലെ കാര്യം പറഞ്ഞതുപോലെ അതങ്ങോട്ട് പറഞ്ഞാൽ പോരെ. സിദ്ദീഖ് ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അപ്പോ കുറച്ചാളുകൾ പറഞ്ഞു നിങ്ങൾ പറഞ്ഞൊക്കെ കാര്യം ശരിയാണ്, ഒരു കാര്യം ചെയ്യാം, 2 ഭരണാധികാരികളായിക്കോട്ടെ, മിന്ന അമീറും നിങ്ങൾക്ക് അമീറും. ഒരു അമീർ അൻസാരികളെ കൂട്ടത്തിൽ നിന്നും ഒരു അമീർ മുഹാജിറുകളുടെ കൂട്ടത്തിലും, അങ്ങനെ 2 അമീർമാർ വരണം എന്നടക്കില്ല. ഇത് പറഞ്ഞപ്പോ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല ഇത് പ്രശ്നത്തിന്റെ പരിഹാരമില്ല. അവിടുന്ന് ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു കൈകൾ കാണിച്ചു. അപ്പോ വിഷയത്തിന്റെ ഗൗരവം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മനസ്സിലായി. ആദ്യം സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു അൻഹുവിനോട് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ബൈഅത്ത് ചെയ്തു ഖലീഫയായിട്ട്. രണ്ടാമത് ബഹുമാനപ്പെട്ട അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു ബൈഅത്ത് ചെയ്തു. അതോടുകൂടി അൻസാരികളെല്ലാം മൈക്ക് കണ്ടേനെ ബൈഅത്ത് ചെയ്തു. അവിടെ നിന്ന് ബൈഅത്ത് ചെയ്ത് കഴിഞ്ഞ് പള്ളിയിൽ വന്നു. ഒരു ഇമാമായല്ലോ, ഒരു ഇമാമായല്ലോ. ഇതിപ്പോ വീട്ടിൽ പിറ്റേന്ന് നിസ്കാര സമയത്ത് തിങ്കളാഴ്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരിച്ചത്. ആ തിങ്കളാഴ്ച തന്നെയാണ് ഈ സംഭവം നടക്കുന്നത്. പക്ഷേ തിങ്കളാഴ്ച ഇത് പൊതു ആയിട്ടില്ല. കാരണം ചർച്ചയും തീരുമാനം കഴിഞ്ഞപ്പോൾ സമയം താമസിച്ചു. പിറ്റേ ദിവസം ആളുകളെയെല്ലാം പള്ളിയിൽ ഒരുമിച്ച് കൂട്ടി. ആ പള്ളിയിൽ വെച്ച് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല മെമ്പറിൽ കയറി കാര്യത്തിന്റെ ഗൗരവം. അപ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തായ ശരീരം അവിടെ തന്നെ കിടക്കുകയാണ്. ഈ കുളിപ്പിച്ചിട്ടില്ല, കഫൻ ചെയ്തിട്ടില്ല, മയ്യിത്ത് നിസ്കരിച്ചിട്ടില്ല. കാരണം അതിനേക്കാളും ഗൗരവം സമുദായത്തിന്റെ ഭാവി ഭരണകൂടം നിലവിൽ വന്ന് നേതൃത്വം ഉണ്ടായതിനു ശേഷമല്ലാതെ നിലവിലുള്ള ഭരണാധികാരിയുടെ മയ്യിത്ത് പരിപാലനം ചെയ്യാൻ പാടില്ലെന്ന് ലോകം അംഗീകരിച്ച സഹാബത്തിന്റെ തത്വം. അതിന്റെ മുമ്പ് ലോകത്തിനതറിയില്ല.
എന്നും ലോകത്ത് ഒരു പ്രധാനമന്ത്രിയോ ഒരു പ്രസിഡന്റോ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഒരു ആക്ടിംഗ് പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഒരു ആക്ടിംഗ് പ്രസിഡന്റ് സത്യപ്രതിജ്ഞ ചെയ്ത് തീരുമാനമായതിനു ശേഷമല്ലാതെ ആദ്യത്തെ പ്രസിഡന്റിന്റെയോ പ്രധാനമന്ത്രിയുടെ മയ്യിത്ത് സംസ്കരണത്തിന് തുടങ്ങില്ല. ഇത് സഹാബത്തിന്റെ ഇജ്മായിൽ നിന്ന് തുടങ്ങിയത്. അതിന്റെ മുമ്പ് ലോകത്ത് അങ്ങനെ നടപടിക്രമമില്ല എന്ന് ലോകം അംഗീകരിച്ചു. അങ്ങനെ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പരസ്യമായി കാര്യങ്ങളുടെ ഗൗരവം വിഷയത്തിന്റെ യാഥാർത്ഥ്യം നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി പരസ്യമായി ബൈഅത്ത് ചെയ്തു. അപ്പൊ നോക്കുമ്പോ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു സുബൈർ ബിൻ അവാം റളിയല്ലാഹു തആല അൻഹു അവർ രണ്ടാളും അവിടെ ഇല്ല. എന്തോ കാരണവശാൽ എത്താതിരുന്നതായിരിക്കാം. ആളയച്ചു. ആദ്യം സുബൈർ ബിൻ അവാം റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുത്തേക്ക് ആളയച്ചിട്ട് നിർത്തി. എന്നിട്ട് മുസ്ലിം സമുദായത്തിന്റെ ഐക്യത്തിന് കോടാലി വെക്കാൻ നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹവാരി എന്ന സ്ഥാനം പറഞ്ഞ അശ്റഫുൽ മുർസലീങ്ങളിൽപ്പെട്ട നിങ്ങളുടെ കയ്യിൽ അങ്ങനെയൊന്നുമില്ല. സംഗതി സിദ്ദീഖ് നിങ്ങൾ അല്ലാഹുവിന്റെ റസൂല് നിസ്കാരമാവുന്ന ദീനി ഇമാമത്ത് നിൽക്കാൻ നിങ്ങളെ തെരഞ്ഞെടുത്താൽ പിന്നെ ദുന്യാവിന്റെ നേതൃത്വം മറ്റൊരാളെ ഏൽപ്പിക്കാൻ എങ്ങനെ മുസ്ലിംകൾ ആരെങ്കിലും തയ്യാറാവോ? മറ്റു ചില കാരണങ്ങളെ കൊണ്ട് വരാൻ പ്രയാസപ്പെട്ടത് കൊണ്ട് എത്താതിരുന്നതാണ്. അലി റളിയല്ലാഹു അൻഹു വിളിപ്പിച്ചു. അലി റളിയല്ലാഹു അൻഹു ഒന്നും ഇതേ മറുപടി തന്നെ പറഞ്ഞു. അദ്ദേഹമുള്ള കാര്യം തുറന്നു പറഞ്ഞു. ഞങ്ങൾ അഹ്ലു ബൈത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രക്തബന്ധമുള്ള നേര കുടുംബങ്ങൾ ഞങ്ങളോട് ഇക്കാര്യം ഒന്ന് മുഷാവറ ചെയ്യേണ്ടിയിരുന്നു. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല ജീവിക്കുമ്പോൾ മറ്റൊരാൾക്ക് നേതൃത്വം പാടില്ല എന്ന് മുസ്ലിം ഉമ്മത്തിനറിയാം. അല്ലെങ്കിൽ ഇപ്പറയുന്ന ഞാൻ ഉൾപ്പെടെയുള്ള ബഹുമാനപ്പെട്ട തിരുനബി തങ്ങളുടെ എളാപ്പയാവുന്ന അബ്ബാസ് റളിയല്ലാഹു തആല ഉൾപ്പെടെയുള്ളവർ ഇവിടെ ഉണ്ടായിരിക്കെ ഇമാമത്ത് നിൽക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏൽപ്പിച്ചത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെയാണ്. പക്ഷേ ഞങ്ങളോടൊന്ന് ആലോചിക്കേണ്ടിയിരുന്നു തീരുമാനമെടുക്കുന്നതിന് മുമ്പ്. അതില്ലാത്തതിന് ഞങ്ങൾക്കൊരു വിഷമം തോന്നിയതാണ് എന്ന് പറഞ്ഞപ്പോൾ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല വിഷയത്തിന്റെ ഗൗരവം പറഞ്ഞു. കാര്യത്തിന് സാവകാശമില്ലാതെ മുസ്ലിം സമുദായം ചിഹ്ന ഭിന്നമായി പോകും എന്ന ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ പെട്ടെന്നതിൽ ഇടപെട്ടില്ലെങ്കിൽ ലോകാവസാനം വരെ മുസ്ലിം സമുദായത്തിൽ ചീത്തപ്പേരായി പോകും എന്നതുകൊണ്ട് അത്യാവശ്യപ്പെട്ട കൂടുതൽ ആളുകളെ അന്വേഷിക്കാനോ വിളിച്ചു വരുത്താനോ മുഷാവറ ചെയ്യാനോ അവകാശം ലഭിക്കാതെ വന്നുപോയതാണ്. അതിൽ നിങ്ങൾ ഉൾപ്പെടേണ്ടതില്ല. നിങ്ങളെ മാറ്റി നിർത്തിയതോ ആലോചിക്കാതെ പോയതോ എല്ലാ പ്രശ്നത്തിന്റെ സന്നിഗ്ധാവസ്ഥ അതായിരുന്നു. അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചതാണ്. സംബന്ധിച്ചു പരസ്യമായി തന്നെ ബൈഅത്ത് ചെയ്തു. ഈ ബൈഅത്ത് കഴിഞ്ഞതിന് ശേഷമാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മയ്യിത്ത് കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. മയ്യിത്ത് കുളിപ്പിക്കാൻ ആരാണ് എന്ന തർക്കമായി അൻസാരികളിൽ പലർക്കും താല്പര്യമുണ്ടായി. അപ്പോഴാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല ഉൾപ്പെടെയുള്ള 40 സഹാബത്തിനെ മുഹാജിറുകളിൽപ്പെട്ട 40 സഹാബത്തിനെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന്റെ 3 ദിവസം മുമ്പ് വീട്ടിൽ വിളിച്ചു വരുത്തി തന്റെ ഈ അവസ്ഥ അഥവാ താൻ ഈ ലോകത്തോട് വിടവാങ്ങാൻ പോവാൻ സമീപിച്ചിരിക്കുന്നു എന്നും ഇനി അധികകാലം നമ്മൾക്ക് ഒന്നിച്ച് കാണാൻ കഴിയില്ലെന്നുള്ള അവസ്ഥ പറഞ്ഞപ്പോ എല്ലാം അവർ ചോദിച്ചിരുന്നു വിശദമായിട്ട്. അങ്ങേ കുളിപ്പിക്കേണ്ടത് ആരാണെന്നും അവിടത്തെ കഫൻ ചെയ്യേണ്ടത് ആരാണെന്നും അവിടത്തെ ഖബറിലേക്ക് ഇറക്കേണ്ടത് ആരാണെന്നും ഒക്കെ അവർ ചോദിച്ചിരുന്നു. അതിന് പറഞ്ഞത് എന്റെ കുടുംബത്തിൽപ്പെട്ട എനിക്ക് ഏറ്റവും അടുത്ത രക്തബന്ധമുള്ളവരെ എന്നെ കുളിപ്പിക്കാൻ പാടുള്ളൂ. അത് തന്നെ എന്റെ ശരീരത്തെ കുളിപ്പിക്കുമ്പോൾ ശരീരത്തിന്റെ ഔറത്തിന്റെ ഭാഗം കാണാൻ അബദ്ധവശാൽ വന്നുപോയാൽ അവൻ അപ്പോൾ തന്നെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് അക്കാര്യം അലി ഇബ്നു അബീ ത്വാലിബ് മാത്രം നിർവഹിക്കണം. ബാക്കി ചടങ്ങുകളൊക്കെ സഹായങ്ങളൊക്കെ എന്റെ അടുത്ത കുടുംബത്തിൽപ്പെട്ട മറ്റുള്ളവർക്ക് ചെയ്യാം. പക്ഷേ എന്നെ കാണാൻ വസ്ത്രമില്ലാത്തൊരവസ്ഥയിൽ എന്നെ കാണേണ്ടി വന്നാൽ കണ്ണ് നഷ്ടപ്പെടാതിരിക്കാൻ ഒറ്റൊരു മനുഷ്യൻ അലി ഇബ്നു അബീ ത്വാലിബിനല്ലാതെ മറ്റാർക്കും സാധ്യമല്ല. ഏതനുസരിച്ച് ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവാണ്. അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു രക്ഷാധികാരി എന്ന നിലക്ക് കൂട്ടത്തിൽ കാരണവരായി കയറി. അതേസമയത്ത് മകൻ ഫദ്ൽ റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ട ഖുസം റളിയല്ലാഹു തആല രണ്ടും അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മക്കളാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു, ഉസാമ ഇബ്നു സൈദ് റളിയല്ലാഹു തആല അൻഹു, അങ്ങനെ നബി തങ്ങളുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ള 5 ആളുകൾ ബഹുമാനപ്പെട്ട തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മയ്യിത്ത് കുളിപ്പിക്കുന്നു. പക്ഷേ ബഹുമാനപ്പെട്ട ഫദ്ൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു, ബഹുമാനപ്പെട്ട ഖുസം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു, ബഹുമാനപ്പെട്ട ഉസാമ ഇബ്നു സൈദ് റളിയല്ലാഹു തആല അൻഹു പൂർണ്ണമായി കണ്ണടച്ചു കെട്ടിക്കൊണ്ടായിരുന്നു. ആ കുളിമുറിയിൽ അവർ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന പണി മാത്രമാണ്. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവാണ് ബഹുമാനപ്പെട്ട തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മയ്യിത്ത് കുളിപ്പിക്കുന്നത്. കൂട്ടത്തിൽ സഹായിക്കാൻ പിടിച്ചു കൊടുക്കാനൊക്കെ ഉസാമ ഇബ്നു സൈദ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹവും കണ്ണടച്ചു കെട്ടിയിട്ട് തന്നെ. കണ്ണടച്ചു കെട്ടാതെ മയ്യിത്ത് കുളിപ്പിക്കുന്നതിൽ പങ്കെടുത്തത് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു, ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു, അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു
കുളിപ്പിക്കുന്ന സ്ഥലത്തേക്ക് വരാതെ അതിന്റെ തൊട്ടപ്പുറത്ത് നിന്നുകൊണ്ട് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി. ഇങ്ങനെ മയ്യത്ത് കുളിപ്പിക്കാൻ പോകുമ്പോ സാധാരണ മയ്യത്തിനെ പോലെ വസ്ത്രം മാറ്റിയിട്ട് കുളിപ്പിക്കണോ, അല്ല നിബിധങ്ങൾ ഇട്ട കമീസോട് കൂടി തന്നെ കുളിപ്പിക്കണോ എന്ന് സംശയമായി. അത് നേരത്തെ ചോദിച്ചതിൽ പെട്ടിരുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുദ്റത്ത് നോക്കണം. പെട്ടെന്ന് അപ്രതീക്ഷിതമായി കൂടിയവർക്കൊക്കെ ഒരു തരം ഉറക്കി. അങ്ങനെ ഉറങ്ങി തൂങ്ങാണ്. നിന്ന വെപ്പൊന്ന് തല നെഞ്ഞത്ത് മുട്ടുന്ന നേരത്ത് ഉറങ്ങി തൂങ്ങുക. ഇരിക്കുന്നവര് ആ സമയത്ത് എല്ലാവർക്കും ഈ ഉറക്കം തൂങ്ങുന്ന സമയത്ത് ഒരു അശരീരി ശബ്ദം, ലാ തുജരിദൂ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കമാ തുജറദു മൗതാകും. സാധാരണ നിങ്ങൾ മരിച്ചാൽ മയ്യിത്ത് കുളിപ്പിക്കുമ്പോൾ വലിയ ശരീരത്തിലുള്ള വസ്ത്രം അഴിച്ചു മാറ്റുന്നത് പോലെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വസ്ത്രം അഴിച്ചു മാറ്റരുത്. വഖ്തുലൂഹു ഫീ സൗബിഹി, ആ വസ്ത്രത്തോടുകൂടി തന്നെ അവിടുത്തെ കുളിപ്പിച്ചാൽ മതി എന്നൊരു ശരീരി എല്ലാവർക്കും. എന്തോ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുദ്റത്ത് കൊണ്ട് അങ്ങനെ അതുകൊണ്ട് ബാക്കി എല്ലാ കാര്യങ്ങളും നേരത്തെ ചോദിച്ച് ആരാണ് കുളിപ്പിക്കേണ്ടതെന്നും ആരാണ് മയ്യിത്തിനെ ഖബറിലേക്ക് ഇറക്കേണ്ടതെന്നും ആരാണ് ഇമാമത്ത് നിൽക്കേണ്ടതെന്നും എല്ലാം അവർ കൃത്യമായി ചോദിച്ചു വെച്ചിരുന്നു. ഇക്കാര്യം മാത്രം ചോദിച്ചില്ല. കാര്യത്തിന് അവിടെ പരിഹാരമായി. അങ്ങനെ നിബിധങ്ങളുടെ കുപ്പായത്തോടു കൂടി തന്നെയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുളിപ്പിച്ചത്. കുളിപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം ആ കുപ്പായം അഴിച്ച് മാറ്റി ശരീരം തോർത്തിയതിനു ശേഷം കുപ്പായം മാറ്റി പിന്നീട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഞ്ഞി കൊണ്ട് നിർമ്മിക്കപ്പെട്ട യമനിലുള്ള സഫൂരി പ്രദേശത്ത് നിർമ്മിക്കുന്ന സഫൂരിയായ 3 വസ്ത്രം കൊണ്ടാണ് അവിടെ കഫൻ ചെയ്തത് എന്നതാണ് പ്രബലമായ അഭിപ്രായം. അതേസമയത്ത് കുപ്പായവും അരിഞ്ഞുപ്പും വേറെ ഉണ്ടായിരുന്നു, അല്ല തലപ്പാവും വേറെ ഉണ്ടായിരുന്നു എന്നൊരു അഭിപ്രായമുണ്ട്. പക്ഷെ അത് അത്ര പ്രശസ്തമല്ല. പ്രശസ്തമായ അഭിപ്രായത്തിൽ പഞ്ഞി കൊണ്ടുള്ള 3 തുണികളെ കൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കഫൻ ചെയ്തു. കഫൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നേരത്തെ തന്നെ മയ്യിത്ത് മറമാടേണ്ടത് എവിടെ എന്നതിൽ തർക്കം വന്നു സഹാബത്തിനിടയിൽ. ആ തർക്കം വന്നപ്പോൾ ഖലീൽ ഇബ്രാഹിം അലൈഹിസ്സലാം ഉൾപ്പെടെയുള്ള അമ്പിയാക്കന്മാരൊക്കെ ഖലീൽ ഇബ്രാഹിം അവിടെ കൊണ്ടുപോകും. അള്ളാന്റെ അമ്പിയാക്കന്മാരെല്ലാരും അവിടെ മറമാടേണ്ടത്. വേറെ കുറച്ച് ആളുകൾ പറഞ്ഞു അല്ല നിബിധങ്ങൾ ജനിച്ച മക്കത്താവുകൊണ്ട് മക്കത്ത് കൊണ്ടുപോയിട്ട് അവിടെ മറമാടേണ്ടത്. ഇതിനെ കൂട്ടർ പറഞ്ഞു അള്ളാഹ് ഈ മദീനത്ത് മരിച്ച എല്ലാ മുഅ്മിനീങ്ങളും ബഹുമാനപ്പെട്ട അയൽവൈത്തിൽപ്പെട്ടവര് വരെയൊക്കെ മരണപ്പെട്ടിട്ട് ബത്തേരി വർപ്പത്തിലാണ് മറമാടപ്പെട്ടത്. നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അവിടെ തന്നെ മറമാടണം. ഇങ്ങനെ അഭിപ്രായമാവുന്നതിന്റെ ഇടയ്ക്ക് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ശ്രദ്ധയിൽ ഇങ്ങോട്ടും പറഞ്ഞ് ഈ വിഷയത്തിൽ എന്റെ അടുക്കൽ എൽമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിനെ പറ്റിയോ അള്ളാന്റെ ഖുർആൻ പറഞ്ഞതിനെ പറ്റിയോ എൽമെന്ന് അറിയുള്ളൂ. അവരൊക്കെ എൽമുണ്ട് എന്നവരോട് പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെടുന്ന സ്ഥലത്തല്ലാതെ മറമാടാൻ ഇഷ്ടപ്പെടുന്ന സ്ഥലത്തല്ലാതെ അള്ളാഹു റൂഹ് പിടിക്കില്ല എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടന്ന കട്ടിലുണ്ട്. ആ കട്ടിൽ അവിടെ അങ്ങോട്ട് മാറ്റിവെച്ചിട്ട് നബി തങ്ങൾ കിടന്നതിന് നേരെ കൃത്യമായ സ്ഥലത്ത്, അതുകൊണ്ടാണ് ചുമരിനോട് അടുത്ത കബർ വരാൻ കാരണം. ചുമര് കിബിലന്റെ ഭാഗത്തുള്ള ചുമരിനോട് ചാർത്തിയായിരുന്നു കട്ടിട്ടിരുന്നത്. അവിടെ അതിനോട് ചുമരിനോട് അടുത്ത സ്ഥലത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ കട്ടിന്റെ മുഴുവൻ സ്ഥലമല്ല, നബി തങ്ങൾ കിടന്ന കൃത്യമായ സ്ഥലം കണക്കാക്കി അതുകൊണ്ട് ചുമരിനോട് ചേർത്തിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ഷരീഫ് ബഹുമാനപ്പെട്ട സഹാബാക്രാമും 2 ആളുകളായിരുന്നു അവിടെ പ്രധാനമായി ഖബർ കുഴിക്കുന്നത്. ഒരാള് സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ കുഴിക്കുന്നത് പോലെ കീക്കുയ്യും മേക്കുയ്യുമായിട്ട് കുഴിച്ചിട്ട് അങ്ങനെയുണ്ട്. മറ്റൊരു ബഹുമാനപ്പെട്ട സഹാബാക്കളിൽ തന്നെ ഒരാള് നേരെ കെട്ടിട്ട് അതിന്റെ സൈഡ് തുറന്നിട്ട് ഉള്ളിക്ക് മാറ്റി വെക്കുന്ന ഇങ്ങനെയാണ്. അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണല്ലോ പിന്നെ രക്ഷിതാവ്, ഖറാപ്പല്ലേ. അവര് 2 വർഷം വാളയച്ചു. ഖബർ കുഴിക്കാൻ വേണ്ടി 2 വർഷം വാളയച്ചു. ആളയച്ചിട്ട് അള്ളാഹുവേ നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏത് തരത്തിലുള്ള ഖബറാണോ നീ ഇഷ്ടപ്പെടുന്നത് എങ്കിൽ അതിന്റെ ആളെ നീ ആദ്യം ണമേ. അങ്ങനെ ബഹുമാനപ്പെട്ട അബൂ ത്വൽഹ റളിയല്ലാഹു തആല അൻഹു അവിടെ ലഹദ് നേരത്തെ ചോദിച്ചിട്ട് സൈഡ് തുറന്നിട്ട് അതിൽ വെക്കുന്നത്. അങ്ങനെ അബൂ ത്വൽഹ റളിയല്ലാഹു തആല അൻഹു ആദ്യം വന്നത്. അങ്ങനെ ഹബീബ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേരെ കുഴിച്ച കുഴിയും മേക്കുയ്യും കീക്കുയ്യും ആയിട്ടല്ല, കുഴിച്ച കുഴിന്റെ കിബിലയുടെ ഭാഗത്തുള്ള ചുമര് തുറന്ന് മയ്യിത്ത് വെക്കാൻ മാത്രമുള്ള ഒരു ഒഴിവുണ്ടാക്കി അതിലേക്ക് മയ്യിത്ത് കയറ്റി വെച്ച് കിബിലയിലേക്ക് തിരിച്ചു കടത്തിയിട്ട് ബേക്കിൽ എത്തിക വെച്ചിട്ട് അടക്കായത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ആര് ഇമാമ നിൽക്കണം എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്നെ മയ്യിത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്തു കഴിഞ്ഞാൽ എല്ലാവരും അല്പസമയം പുറത്തു മാറി നിൽക്കണം. ആദ്യമായി എന്റെ മേൽ മയ്യിത്ത് നിസ്കരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട ഹബീബ് ജിബ്രീൽ അലൈഹിസ്സലാമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ബഹുമാനപ്പെട്ട മലായികത്തുമായിരിക്കും. അതിന്റെ ശേഷം പിന്നെ നിങ്ങൾ
ആദ്യമായി നിസ്കരിക്കട്ടെ, എന്റെ അഹ്ലു ബൈത്ത് ആദ്യം നിസ്കരിക്കട്ടെ, അതിനുശേഷം പിന്നീട് നിങ്ങൾ പുരുഷന്മാർ നിസ്കരിക്കട്ടെ, പിന്നെ അതിനുശേഷം കുട്ടികൾ നിസ്കരിക്കട്ടെ, അതിനുശേഷം സ്ത്രീകൾ നിസ്കരിക്കട്ടെ. ആരും തന്നെ എന്റെ പേരിൽ ഇമാമത്ത് നിസ്കരിക്കരുത്. ഓരോരുത്തരായി നിസ്കരിക്കണം. അതുകൊണ്ടാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മയ്യിത്ത് നിസ്കരിക്കാൻ ആരും ഇമാമ് നിന്നിട്ടില്ല. ഇങ്ങനെ മയ്യിത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് നിസ്കാരപ്പോഴേക്ക് ബുധനാഴ്ച രാവ് പാതിരാത്രി സമയമായിട്ടുണ്ട്. അന്നത്തെ രാത്രി കഴിഞ്ഞു, ചൊവ്വാഴ്ച പകൽ, ആ രാത്രി അതായത് ബുധനാഴ്ച രാവ് പാതിരാത്രിയോട് സമയങ്ങളും കഴിഞ്ഞുള്ളൂ. ഈ രാത്രിയാണ് ഹബീബ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖബറടക്കുക. അതുകൊണ്ട് തന്നെ രാത്രി മറമാടുന്നത് വിരോധമില്ല എന്ന് പക്ഷെ കൽപ്പിച്ചുകൂട്ടി രാത്രിയേക്ക് വെക്കേണ്ടതല്ല. പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല. എന്തുകൊണ്ട് മഹാനായ തങ്ങളെ രാത്രിയാണ് മറമാടിയത്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ രാത്രിയാണ് മറമാടിയത്. അതുകൊണ്ട് തന്നെ അത് മോശമുള്ള കാര്യമൊന്നുമല്ല. അങ്ങനെ ആയിപ്പോയതാണ്, ആക്കിയതല്ല. നിസ്കാരം കഴിഞ്ഞ് അങ്ങനെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിലേക്ക് ഇറക്കി വെക്കാനും തന്നെ അലി റളിയല്ലാഹു തആല അൻഹു, ഫദ്ൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു, ഉത്തമ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു, ഉസാമ ഇബ്നു സയ്യിദ് റളിയല്ലാഹു തആല അൻഹു എന്നീ പറയുന്നവർക്ക് പുറമെ അൻസാരികൾ പറഞ്ഞു, ഞങ്ങൾ നമ്മുടെ അമ്മാവന്മാരാണ്, തന്നെയല്ല ഞങ്ങളുടെ എല്ലാം നിമിത്തങ്ങൾക്ക് സമർപ്പിച്ചതാണ്, അതുകൊണ്ട് ഒരു ചാൻസ് ഞങ്ങൾക്ക് തരണം. അങ്ങനെ പറയപ്പെട്ട ഒരു അനുസരിച്ച് മാത്രം ചാൻസ് കൊടുത്തു. അങ്ങനെ 5 ആളുകളാണ് ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ ലോകത്തിൽ നിന്ന് യാത്ര അയച്ചുകൊണ്ട് ഷരീഫിലേക്ക് ഇറക്കിയത്. 5 ആളുകൾ, അഹ്ലു ബൈത്തിൽപ്പെട്ട 4 ആളുകളും ഒരു അൻസാരി, അവരുടെ അപേക്ഷ മാനിച്ചുകൊണ്ട് ഒരു അൻസാരി. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല പോലും അതിന് നിന്നിട്ടില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരത്തെ പറഞ്ഞതാണ്, അതൊക്കെ എന്റെ ഏറ്റവും അടുത്ത രക്തബന്ധത്തിലുള്ള എന്റെ അഹ്ലു ബൈത്ത് ചെയ്യേണ്ടതാണ്. അങ്ങനെ ഹബീബ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തോട് സമയം ചുരുക്കുകയാണ്. ഈ ലോകത്തോട് യാത്ര പറഞ്ഞിട്ട് 1400-ലധികം കൊല്ലം കഴിഞ്ഞ് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ വെളിച്ചം നമ്മളിൽ നിന്നിട്ട് ഒരുപാട് അകന്നുപോയി. അതുകൊണ്ട് ആണോ നമ്മുടെ കൽബിൽ വെളിച്ചക്കുറവ്? എങ്കിൽ നമ്മൾ കഴിയുന്നത്ര അവിടത്തെ മേൽ സലാത്ത് ചൊല്ലി, അവിടത്തെ അനുസ്മരിച്ച്, അവിടത്തെ ഓർമ്മിച്ച്, നമ്മുടെ കൽബിനെ ഒരു പുതുമ, എപ്പോഴും അവിടത്തോടുള്ളതായിരിക്കുന്ന ഒരു താല്പര്യവും ഒരു സ്നേഹവും അവിടുത്തെ വേർപാടും ഒരു സങ്കടവും ഒക്കെ അതെന്തിനായിരിക്കും അവിടത്തോട് അതിലൂടെ ഇത്തിബാഴ് സുന്നത്തിൽ നമ്മുടെ കഴിവുകളിൽ ജീവിതം പകർത്തി അവിടത്തേക്ക് ഇഷ്ടം വരുന്ന നമ്മുടെ രാവും പകലും നമ്മുടെ അനക്കവും മടക്കവും അവിടുന്ന് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നല്ല ഇതും ചീത്തയുമാകുന്ന കാര്യങ്ങളൊക്കെയും അവിടുന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഒരു കാഴ്ചക്കാരനായ അല്ല കണ്ടുകൊണ്ടിരിക്കുന്നതിന് മുഴുവനും ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ജീവിതകാലത്ത് മുഴുക്കുകയും പരലോകത്തെത്തിയതിനു ശേഷവും ഇടയ്ക്കുള്ള മനസ്സഹിയായ ഖബർ ജീവിതത്തിലും നമുക്ക് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ അഭിവൃദ്ധിക്ക് വേണ്ടി, നമ്മുടെ നന്മയ്ക്ക് വേണ്ടി, നമ്മുടെ പാപമോചനത്തിന് വേണ്ടി, നമ്മുടെ സ്വർഗലബ്ധിക്ക് വേണ്ടി, നമ്മുടെ എല്ലാവിധ പുരോഗതിക്ക് വേണ്ടിയും ഇന്നും രാവും പകലും ഇല്ലാതെ 24 മണിക്കൂറും നമുക്ക് വേണ്ടി പ്രാർത്ഥനയോടെ, നമുക്ക് വേണ്ടി സന്തോഷിച്ച്, നമ്മുടെ കാര്യത്തിൽ സങ്കടപ്പെട്ട്, നമ്മുടെ കാര്യത്തിൽ ശുപാർശ പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഹബീബ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അന്ത ഉമ്മും മമ്മൂമാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. ആർക്കും ചെയ്യാൻ പറ്റാത്ത മഹത്തായ നമുക്ക് ചെരിഞ്ഞ തരുന്ന നമ്മുടെ എല്ലാ പ്രതീക്ഷയുടെയും കേന്ദ്രമാവും നാളെ റബ്ബിന്റെ അടുക്കെ നമുക്ക് വേണ്ടി സംസാരിക്കാനുള്ള ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബിനെ മഹബത്ത് വെക്കാനും അവിടുത്തെ ജീവിതം ഉൾക്കൊണ്ട് ആ ജീവിതത്തിൽ പകർത്തി സ്വയം നന്നാവാനും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള തൗഫീഖ് റബ്ബുൽ ഇസ്സത്ത് തമ്പുരാൻ നമുക്ക് നൽകുമാറാകട്ടെ. ആ സുന്നത്തിന്റെയും ദീനിന്റെയും ഖിദ്മത്തിനായി ദീർഘകാലം ജീവിക്കാൻ നമുക്കും നമ്മുടെ ബന്ധപ്പെട്ടവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആ ഹബീബ് ബർക്കത്തോടെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റ് കുറ്റങ്ങളും അല്ലാഹു തമ്പുരാൻ വിട്ടുമാക്കി തരുമാറാകട്ടെ. അവരോടൊന്നിച്ച് നാളെ നമ്മളോടുകൂടെ നമ്മുടെ ഉമ്മവാപ്പമാര്, അമ്മായിമ്മമാര്, ഭാര്യ സന്താനങ്ങൾ, സഹോദര സഹോദരിമാർ, കൂട്ടുകുടുംബാദികൾ, സ്നേഹജനങ്ങൾ, സഹായിച്ചു അവസീയത്ത് ചെയ്തിരുന്നു, അവസീയത്ത് ഏറ്റെടുത്ത എല്ലാ മുഅ്മിനീങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടി തരുമാറാകട്ടെ. സർവോപരി ഹബീബിന്റെ ഹഖ്
തമ്പുരാന്റെ തൃക്കാഴ്ചയാവുന്ന സൗഭാഗ്യം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا تقبل منا انك سميع عليم وتب علينا انك انت التواب الرحيم. صلى الله على محمد صلى الله عليه وسلم.